അക്രമം, യുദ്ധങ്ങൾ, കലഹങ്ങൾ, സമരങ്ങൾ, കലാപങ്ങൾ, കൊലപാതകങ്ങൾ, അങ്ങനെ ലോകം ആകെ അനിശ്ചിതത്വത്തിൽ ഇളകി മറിയുമ്പോൾ ഓരോ മനുഷ്യനും ആശിക്കുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. പരിഹാരം സുനിശ്ചിതമാണ്. ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളെയും പ്രതിപാദിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം മനുഷ്യകുലത്തിന് മുൻപിലുണ്ട്. പരിശുദ്ധ ഇസ്ലാം. അത് സർവകാലികമാണ്, സർവത്രികവുമാണ്. അതിലെല്ലാത്തിനും പരിഹാരമുണ്ട്. സങ്കീർണതകളെ ലളിതമാക്കാൻ 4 കർമ്മശാസ്ത്ര ശാഖകളുണ്ട്. അവയിൽ ഏത് പുൽകിയാലും അവൻ ചൊവ്വായ പാതയിലാണ്. അക്രമങ്ങൾക്കും അനീതിക്കും മേൽ ഇസ്ലാമിൽ അതിശക്തമായ കടിഞ്ഞാണുണ്ട്. അവയെല്ലാം അനുസരിക്കുന്നവർക്ക് അന്തിമ വിജയവുമുണ്ട്. കർമ്മങ്ങൾ വളരെ ലളിതമാണ്, പുണ്യങ്ങളാണ് ഏറെ. ഈ നേരായ പാതയെ മനസ്സിലാക്കാത്ത മനുഷ്യകുലമാണ് ലോകത്തിന്റെ പരാജയം. ഈ സാഹചര്യത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ അനിവാര്യമാണ്. ഹമാരത്യ മജ്ലിസ് വാഫി ആർട്സ് ഫെസ്റ്റ് 2026-27 ഇനാഗ്രേഷൻ സെറമണി ആരംഭിക്കുന്നു. വേദിയിൽ ഖിറാഅത്ത് അവതരിപ്പിക്കുന്നതിനു വേണ്ടി അഫ്ലഹ് പി. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله جنود السماوات والأرض وكان الله عزيزا حكيما. إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه. لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله الله فسيؤتيه أجرا عظيما. صدق الله العلي العظيم. السلام عليكم ورحمة الله وبركاته. അടുത്തതായി വാഫി ഗീതത്തിനു വേണ്ടി റസാഖ്, മിറാസ്, മിഖ്ദാദ് എന്നീ വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. അറിവിത്തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ. വിദ്യയാല വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ. സമർപ്പണത്തിൻ സത്യസാക്ഷികൾ. അറിവിത്തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ. വിദ്യയാൽ വിപ്ലവം
വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ. സമർപ്പണത്തിൻ സത്യസാക്ഷികൾ. വന്ധ്യഗുരുനാഥരെ വിജയശില്പി സംഗമേ, നിങ്ങൾ തീർക്കും വഴികളിൽ ഞങ്ങൾ തണലു തേടി വന്നവർ ഞങ്ങൾ. തണലു തേടി വന്നവർ ഞങ്ങൾ. തീവ്രക്ഷുഭിത യൗവനത്തിൻ തീജ്വാലകൾ തെല്ലുമെ പാളാതെ തീർക്കം ജ്ഞാനവേദികൾ. തീവ്രക്ഷുഭിത യൗവനത്തിൻ തീജ്വാലകൾ തെല്ലുമെ പാളാതെ തീർക്കം ജ്ഞാനവേദികൾ. അറിവിനായുദയം ചെയ്ത ജന്മമാണു നാം, അറിവുകൾ സമന്വയിക്കും വാഫിയാണു നാം. വാഫിയാണു നാം. അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ. വിദ്യയാലെ വിപ്ലവം വിതച്ചിടാൻ വിനീതരായി വരും വാഫികൾ. സരണിയിൽ ശക്തിയാകണം, സരളമായ ദീനിൻ പാത പിന്തുടരണം. സമസ്തയാം സരണിയിൽ ശക്തിയാകണം. രാജനന്മക്കായി നാം കൈകൾ കോർക്കണം. രമ്യതയും മൈത്രിയും പടുത്തുയർത്തണം. പടുത്തുയർത്തണം. അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ. വിദ്യയാലെ വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ. സമർപ്പണത്തിൻ സത്യസാക്ഷികൾ. വിദ്യയുടെ വീടുകൾ വിണ്ണിൽ തീർത്ത ശ്രേഷ്ഠരെ കാത്തിരിക്കാം നിങ്ങളെ ഞങ്ങൾ. കൈപിടിക്കാൻ സ്വർഗവാതിലിൽ. കൈപിടിക്കാൻ സ്വർഗവാതിലിൽ. ഉത്തമ ഗുണങ്ങളെല്ലാം സ്വീകരിക്കണം. ഉമ്മത്തിന്റെ വേദനകൾ നെഞ്ചിലേറ്റണം. ഉത്തമ ഗുണങ്ങളെല്ലാം സ്വീകരിക്കണം. ഉമ്മത്തിന്റെ വേദനകൾ നെഞ്ചിലേറ്റണം. ജന്മമേകിയോരെയെന്നും ഓർത്തിരിക്കണം. ജീവിതത്തിലെന്നും അവർ കൺകുളിർക്കണം. കൺകുളിർക്കണം. അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ. വിദ്യയാലെ വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ. സമർപ്പണത്തിൻ സത്യസാക്ഷികൾ. വന്ധ്യഗുരുനാഥരെ വിജയശില്പി സംഗമേ, നിങ്ങൾ തീർക്കും വഴികളിൽ ഞങ്ങൾ തണലു തേടി വന്നവർ ഞങ്ങൾ. തണലു തേടി വന്നവർ ഞങ്ങൾ. അടുത്തതായി സ്വാഗത ഭാഷണത്തിനു വേണ്ടി മജ്ലിസ് ഉമരിയ സ്റ്റുഡൻസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി മിൻഹാജിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ മജ്ലിസ് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് KSA തങ്ങൾ, അഭിവന്ദ്യരായ ഹക്കീം ഉസ്താദ്, കോളേജ് പ്രിൻസിപ്പൽ ഫൈസൽ വാഫി ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അമാർത്യ
മജ്ലിസ് വാഫി ആർട്സ് ഫെസ്റ്റ് 2026-27 ഉദ്ഘാടന വേദിയിലാണ് നാം ഓരോരുത്തരും ഇന്നിവിടെ സന്നിധരായിട്ടുള്ളത്. നമുക്കറിയാം ഇന്ന് ലോകത്തിന്റെ സ്ഥിതി അക്രമങ്ങളെ കൊണ്ടും അരാജകത്വങ്ങളെ കൊണ്ടും അനീതികളെ കൊണ്ടും കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ടവനായി കൊണ്ടിരിക്കുന്നു. പണക്കാരൻ തന്റെ പണത്തിന്റെയും അധികാരത്തിന്റെയും പവർ കൊണ്ട് തങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ, നെറികേടുകളെ ഒരു പ്രശ്നമല്ലാതെ കാറ്റിൽ പറത്തുന്ന സാഹചര്യം, ആക്രമിക്കപ്പെട്ടവന് നീതി ലഭിക്കാതെ പോകുന്ന അവസ്ഥകൾ, ഇങ്ങനെ തുടങ്ങി ലോകത്തിന്റെ ഗതിയാകെ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഓരോ മനുഷ്യനും അന്വേഷിക്കുന്നത് സമാധാനപരമായ എല്ലാ കാര്യങ്ങളെയും വളരെ മനഃശാന്തിയോടെ നോക്കിക്കാണാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തെയാണ്. മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം വെട്ടിത്തിളങ്ങുന്ന സൂര്യനെയും ചന്ദ്രനെയും പോലെ അതിനേക്കാൾ പ്രശോഭിതമായി തിളങ്ങുന്ന ഒരു പ്രത്യയശാസ്ത്രം നമുക്ക് മുൻപിലുണ്ട്. പരിശുദ്ധ ഇസ്ലാമാണത്. അത് സർവകാലികവും സാർവത്രികവുമാണ്. ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും മനുഷ്യൻ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളായി തോന്നുന്ന എന്നാൽ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പോലും ഇതിൽ കൃത്യമായ പരിഹാരങ്ങളുണ്ട്. സങ്കീർണതകളെ ലഘൂകരിക്കാൻ വേണ്ടി കർമ്മശാസ്ത്രപരമായ മദ്ഹബുകളുടെ 4 ശാഖകളുണ്ട്. 5, 6, 11 കാര്യങ്ങൾ ചേർന്ന് വളരെ ലളിതവും സുന്ദരവുമായിട്ടുള്ള ഈ പ്രത്യയശാസ്ത്രം നമ്മോട് പറയുന്നത് നിങ്ങൾ വിജയത്തിലേക്ക് കടന്നു വരിക, അല്ലാഹുവിലാണ് നിങ്ങൾക്ക് അന്തിമ ശാന്തി ലഭിക്കുക. ഒരുപക്ഷെ ഇത് മനസ്സിലാക്കാതെ പോകുന്ന മനുഷ്യകുലം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് മൂലകാരണം. അതിലേക്കുള്ളൊരു തിരിഞ്ഞു നോട്ടം, ഈ കൃത്യമായ പാതയെ ഒന്ന് ഓർമ്മപ്പെടുത്തൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഈ ഒരു ഫെസ്റ്റിലൂടെ നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്ന ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു നമുക്ക്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സാമ്പത്തിക സിസ്റ്റം ആയിക്കൊള്ളട്ടെ, അക്രമങ്ങളും അരാജകത്വങ്ങളും ഒന്നുമില്ലാത്ത എല്ലാവർക്കും നീതി ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിക്കൊള്ളട്ടെ, എല്ലാ മേഖലകളിലും തിളങ്ങി നിന്നിരുന്ന ശാസ്ത്രത്തിലും സാഹിത്യത്തിലും വിജ്ഞാനത്തിലും എന്ന് തുടങ്ങി സകല മേഖലകളിലും മനോഹരമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച ഒരു സമൂഹം, ഒരു മുൻതലമുറക്കാർ നമുക്കുണ്ടായിരുന്നു. അവരുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതുതന്നെ കൃത്യമായ തെളിവാണ് ഈ പറഞ്ഞ സമാധാനവും സന്തുലിതാവസ്ഥയും ഒന്നും വിദൂരത്തല്ല എന്നുള്ളതിന്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന മജ്ലിസ് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് അഭിവന്ദ്യരായ KS തങ്ങളെ ഹാർദവമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജിന്റെ സെക്രട്ടറി ഹക്കീം ഫൈസി ഉസ്താദിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം മജ്ലിസ് മാനേജ്മെന്റിന്റെ ട്രഷറർ മാനു ഹാജി, അതേപോലെ
മുസ്തഫൽ ഫൈസി ഉസ്താദ് അവരുടെ അഭാവത്തിൽ അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫൈസൽ വാഫി ഉസ്താദിനെ മറ്റു എല്ലാ അഭിവന്ദ്യരായ ഉസ്താദുമാരെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട അറിവിന്റെ സഹയാത്രികരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അധ്യക്ഷ ഭാഷണത്തിനായി യൂണിയൻ ഡയറക്ടർ ഉസ്താദ് ജാബിർ ഹുദവിയെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ നമ്മുടെ ഈ മജ്ലിസ് കോംപ്ലക്സ് പ്രസിഡന്റ് ബഹുമാന്യരായ KS തങ്ങൾ, സ്ഥാപന പ്രിൻസിപ്പൽ ഡോക്ടർ ഫൈസൽ വാഫി അസ്ഹരി ഉസ്താദ്, നമ്മുടെ ഈ ഒരു പരിപാടിയുടെ മുഖ്യ അതിഥിയായ ബഹുമാന്യരായ ഹക്കീം ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയിൽ എത്തിച്ചേരാൻ ജനറൽ സെക്രട്ടറി, നമ്മുടെ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി മുസ്തഫൽ ഫൈസി ഉസ്താദ്, മാനു ഹാജി, മറ്റു ഉസ്താദുമാർ, ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികൾ, MUSF 2026-27 അധ്യയന വർഷത്തിലെ ആർട്സ് ഫെസ്റ്റ് ഹമാർത്തിയ അതിന്റെ ഉദ്ഘാടന സെഷനിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഓരോ ആർട്സ് ഫെസ്റ്റ് കടന്നു വരുമ്പോഴും വിദ്യാർത്ഥികളിൽ ഇതിലൂടെ ലഭിക്കുന്നത് അവരുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് വളർത്തിയെടുക്കാനും അത് പരിപോഷിപ്പിക്കാനും അവരുടെ കഴിവുകൾ സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഇതെല്ലാം. ഇന്നത്തെ ഈ ഒരു പരിപാടി ഇവിടെ അവസാനിക്കുന്നതോടുകൂടെ ഇത് നമ്മുടെ കോളേജ് ചരിത്രത്തിലെ ഒരു മഹത്തായ ഒരു പരിപാടിയായിരിക്കും. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് ഉണർത്താനുള്ളത്, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് വിജയ പരാജയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. യഥാർത്ഥത്തിൽ ഇതിലെ വിജയ് എന്ന് പറയുന്ന ആൾ ഈ ഒരു സെഷനിൽ, ഈ ഒരു സ്റ്റേജിൽ കയറിയിട്ടുള്ള ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന ഓരോ വിദ്യാർത്ഥികളും അവരെല്ലാവരും വിജയികളാകും. പരിപാടിയിൽ ഒരാൾക്ക് ഒരു സ്ഥാനം നൽകും. എന്നാൽ സ്ഥാനം കിട്ടാത്ത ആളുകൾ അവരൊരിക്കലും പരാജിതരല്ല. പരാജിതർ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി ശ്രമിക്കാത്ത ആളുകളാകുന്നു യഥാർത്ഥ പരാജിതർ. നിങ്ങൾ ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സുഹൃത്തിനെ അവനെ മുൻകടക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല നിങ്ങൾ ഇവിടെ നടത്തുന്ന ഓരോ പരിപാടികളും. ഇന്നലകളിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു, അതിൽ ഞാൻ മികച്ചിട്ടുണ്ടോ, അതിനെയാകുന്നു നിങ്ങൾ ഈ ഓരോ ഇവന്റിലൂടെയും നിങ്ങൾ മറികടക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. മാത്രവുമല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ അതിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പെർഫെക്ഷൻ ആയിട്ടുള്ള രൂപത്തിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അസ്ഹാബുമാരോട് പറയാറുണ്ടായിരുന്നു, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യഅമല അഹദുകും അമലൻ അൻ യുത്ഖിനഹു. നിങ്ങൾ ഒരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ അത് അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ, അവനെ കൊണ്ട് സാധ്യമാകുന്ന രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ അവൻ വർത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. മാത്രവുമല്ല, ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ ശ്രമിക്കുകയും അത് പ്രകടിപ്പിക്കുകയും അതിലൂടെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് പരിപോഷിപ്പിക്കാനുള്ള ഒരു തുടക്കമായിട്ടുള്ള ഒരു വേദിയായിരിക്കും ഈ ഹമാർത്തിയ 2026-27 ആർട്സ് ഫെസ്റ്റ്. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. നമ്മുടെ പരിപാടി വളരെ വൈകിയത് കാരണത്താൽ ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ സംവിധാനത്തിന്റെ ശില്പി കൂടിയായിട്ടുള്ള ബഹുമാന്യരായ ഹക്കീം ഉസ്താദിനെ ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين سيدنا ونبينا محمد وآله وصحبه وعترته والصالحين أجمعين وبعد. ആദരണീയരായ തങ്ങളവർ ഉൾപ്പെടെയുള്ള നേതാക്കളെ, പണ്ഡിതന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട, വളരെ പ്രിയപ്പെട്ട പുത്രന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളെ, വളരെ സന്തോഷത്തിലാണ് നമ്മൾ. അതിവിടെ കടന്നു വരുമ്പോ വളരെ പ്രകടമാണ്. ഒരുക്കങ്ങളൊക്കെ ജോറായിട്ടുണ്ട്. പരിപാടികളുടെ ലക്ഷ്യവും ഉന്നവും തെറ്റാതെ നോക്കേണ്ടതുണ്ട്. അമാർത്തിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം സ്വയം കൃതാനർത്ഥം, ഉന്നം പിഴക്കൽ എന്നൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പൊ നഖശികാന്തം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉന്നത ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ളതായിരിക്കേണ്ടതിന്, ഉന്നം പിഴക്കാതെ നോക്കേണ്ടത്. നമ്മൾ പഠിക്കുന്നത് രണ്ട് കാര്യത്തിനാണ്. പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ, മറ്റൊന്ന് പ്രബോധനം ചെയ്യാൻ, സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ, സമൂഹത്തിന് ഗുണം കിട്ടുന്ന തരത്തിൽ പ്രാവർത്തികമാക്കാൻ. നമ്മൾ എന്തൊക്കെ പഠിച്ച് എത്ര കണ്ട് മുന്നോട്ട് പോയാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഉന്നവും ലക്ഷ്യവും. അപ്പൊ നമ്മള് ഏത് പാഠ്യപദ്ധതിയും പഠിക്കുന്നത് അത് സ്വന്തം ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും വേണ്ടിയാണ്. സാഹിത്യ പഠനത്തിൽ നിങ്ങൾ ഒരു വരി പഠിച്ചിട്ടുണ്ടാവും, തബീബുൻ യുദാവിന്നാസ വഹുവ അലീലു. ജനങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ, അയാൾ സ്വതേ രോഗിയാണ് താൻ. അപ്പൊ നമുക്ക് പഠിക്കുന്നത് കൊണ്ട് ഗുണം കിട്ടണം, മറ്റുള്ളവർക്കും ഗുണം കിട്ടണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ രണ്ട് കാര്യം മുന്നിൽ വെക്കേണ്ടതുണ്ട്. ഞാനും നിങ്ങളും ഉന്നങ്ങളൊന്നും പിഴച്ചു പോകരുത്. സ്വയം കൃതാനർത്ഥങ്ങൾ കൊണ്ട് നമ്മുടെ ഉന്നങ്ങൾ പാളിപ്പോകരുത്. അസ്ത്രപ്രയോഗം നടത്തുമ്പോ ലക്ഷ്യം പിഴക്കുന്നതിനെ പറ്റിയാണ് ഇത്ര നിങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ഈ പദം പ്രാഥമികമായി ഉപയോഗിക്കപ്പെടുന്നത്. വളരെ ചേർന്ന ഈ സന്ദർഭത്തിന്, നിങ്ങളുടെ സാഹചര്യത്തിന് നന്നായി ഇണങ്ങുന്ന ഒരു ശീർഷകമാണ്. ഇതിന്റെയൊക്കെ അർത്ഥം ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം വിജയിക്കും. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മൾ ഇസ്ലാമിക സിലബസ് പഠിക്കുന്നുണ്ട്. സ്വാഗത പ്രസംഗത്തിൽ കുട്ടി പറഞ്ഞതുപോലെ ഇസ്ലാം ലളിതമാണ്, സുന്ദരമാണ്.
നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ, പഠിക്കേണ്ട വിഷയങ്ങൾ എത്ര സങ്കീർണമാണെങ്കിലും അത് ലളിതവും സുന്ദരവുമായി നമുക്ക് അനുഭവപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വന്തം നിയോഗത്തെ കുറിച്ച് പറഞ്ഞത് ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറൻ എന്നാണ്. ആശ്വാസത്തിന്റെയും ലാളിത്യത്തിന്റെയും വഴികൾ സ്വീകരിച്ച്, മാർഗങ്ങൾ സ്വീകരിച്ച് പഠിപ്പിക്കാൻ നിയുക്തനായവൻ മാത്രമാണ് ഞാൻ. സല്ലല്ലാഹു അലൈഹി യാ സയ്യിദി യാ റസൂലല്ലാഹ്. നമ്മള് എത്ര കണ്ട് വലുതായാലും, നമ്മുടെ ജ്ഞാനമണ്ഡലം എത്ര കണ്ട് വികസിച്ച് വിപുലപ്പെട്ടാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതിന്റെ അപ്പുറത്ത് പോകാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. നബിസങ്ങള് സ്വന്തം നിയോഗത്തെ കുറിച്ച് പറഞ്ഞത് ഞാൻ മുഅല്ലിം മുയസ്സിറാണെന്നാണ്. ആശ്വാസത്തിൽ, ലാളിത്യത്തിൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, അതിന്റെ മെത്തഡോളജി ഒക്കെ സ്വീകരിച്ച് മാർഗങ്ങൾ, മനഃശാസ്ത്രമൊക്കെ ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകൻ മാത്രമാണ് ഞാൻ എന്നാണ്. നമുക്ക് അതിന്റെ അപ്പുറത്തൊന്നും പഠിപ്പിക്കാനില്ല, നമുക്ക് സാധിക്കില്ല. അതിന്റെയൊക്കെ അപ്പുറത്ത് കാര്യങ്ങളൊക്കെ വിപുലപ്പെട്ട് സങ്കീർണമായി തീർന്ന്, ദുർഘടമായി തീർന്ന്, ദുസ്സഹമായി തീർന്ന്, അങ്ങനെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങള് അപ്രാപ്യമായി തീരുന്ന ഒരവസ്ഥ ഉണ്ടാകൂല. അത് തീർച്ചയാണ്. നമ്മൾ ആ വഴിക്കാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അത് പൂർത്തീകരിക്കുമാറാവട്ടെ. നമ്മൾ പഠിക്കുന്നത് തീർച്ചയായും പഠിപ്പിക്കാനാണ്. നമ്മളെ പഠിപ്പിക്കാന്, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി നടത്തിയിരുന്ന ചില ദുആകളുണ്ട്, പ്രാർത്ഥനകൾ. ഹദീസുകളിലൊക്കെ പ്രാർത്ഥനകളെ പറ്റി പറയുമ്പോ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവ് പ്രാർത്ഥനയായിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ. പ്രയോജനരഹിതമായ അറിവ് തന്ന് പരീക്ഷിക്കല്ലേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അറിവിൽ നിന്ന് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. വിനാശകരമാണ് അത്തരത്തിലുള്ള അറിവുകൾ, ഒരു പ്രയോജനമില്ലാത്ത അറിവുകൾ. അറിവിന് വേണ്ടി അറിവ്, ജീവിത ഗന്ധിയല്ലാത്ത കാര്യങ്ങൾ, ഹേതുവിന് വേണ്ടി പഠിക്കുക. സ്വന്തത്തെ പഠിപ്പിക്കാനല്ല, മനുഷ്യനെ പഠിപ്പിക്കാനുമല്ല, ഭൂമിക്ക്, പ്രകൃതിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാനുമല്ല, വെറുതെ പഠിക്കുക. പഠിക്കാൻ പ്രഖ്യാപിച്ച് അതിന്റെ പേരിൽ സർക്കാരുകളിൽ നിന്നും സിസ്റ്റങ്ങളിൽ നിന്നും ഒക്കെ ഔദാര്യങ്ങൾ പറ്റി ഇങ്ങനെ ഞാനും എന്റെ കെട്ടിയോനും ഒരു തട്ടാനും നമ്മുടെ നാട്ടിൽ പറയപ്പെടാറുണ്ട്. അങ്ങനെയായി തീരുന്നത് വലിയ ആപത്താണ്, ആത്മഹത്യാപരമാണ്. മക്കൾ ഇക്കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറയുകയല്ല, ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയുന്ന കാര്യങ്ങൾ, ബോധ്യമുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ ഒരു പ്രയോജനമില്ലാത്ത അറിവായി തീരരുത് നമ്മുടെ അറിവുകൾ. ദീനി വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് പ്രയോജനം? നമ്മൾ ആഖിറത്തിൽ വിശ്വസിക്കുന്നവരാണ്, അല്ല ആഖിറമുണ്ട് എന്ന് ഉറപ്പിച്ചവരാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളെ പറ്റിയും വിശ്വാസം എന്നാണ് പറയുന്നത്. യുഅ്മിനൂന ബിൽ ഗൈബി എന്നൊക്കെ ഖുർആനും ആ പ്രയോഗം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അതേസമയത്ത് ആഖിറത്തെ പറ്റി പറയുമ്പോൾ ഖുർആൻ വളരെ ശ്രദ്ധാപൂർവം നടത്തിയിട്ടുള്ള പ്രയോഗം വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്നാണ്. ആഖിറമുണ്ട് എന്ന് ഉറപ്പുള്ള ആളുകൾ. നമ്മൾ അറിയുന്ന പല കാര്യങ്ങളും നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങളല്ല.
ആഖിറത്തിന്റെ കാര്യം അങ്ങനെ പോരാ, നല്ല ഉറപ്പ് വേണം. അപ്പൊ ദീനി വിദ്യാഭ്യാസം കൊണ്ട് കാര്യം നമ്മുടെ ജീവിതം ദീനിനനുസൃതമാക്കി തീർക്കുക. അങ്ങനെ നമുക്ക് നല്ല ഉറപ്പുള്ള പരലോക ജീവിതം സുരക്ഷിതമാക്കി വെക്കുക. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിന് വേണ്ടിയുള്ള പാതയം ഒരുക്കുന്ന ഇടമാണ് ദുനിയാവ്. ഇവിടുന്ന് നമ്മൾ ആഖിറത്തിലേക്ക് വേണ്ട പാതയം, പൊതിച്ചോറ്, യാത്രാഭക്ഷണം സമാഹരിക്കുകയാണ്. നമ്മളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഈ ജീവിതത്തിൽ നീ ഒരു അന്യനെ പോലെ ആയിരിക്കണം. ഇന്നാട്ടുകാരനൊന്നുമല്ല, അന്യൻ, ഗരീബ്. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നിന്നെയും മരിച്ചവരുടെ പട്ടികയിൽ നീ ചേർക്കണം. മരിച്ചവരുടെ പട്ടിക ഉണ്ട്, ആ പട്ടികയിൽ ഞാനുമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. പണ്ടൊക്കെ അങ്ങനെ വിചാരിക്കാൻ ന്യായം, ഞങ്ങൾക്ക് കുറച്ച് വയസ്സായ ആളുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ മരിച്ചവരുടെ പട്ടികയിൽ ഇടം കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ അഹങ്കാരവും ധാർഷ്ട്യങ്ങളും ഒക്കെ അസ്തമിക്കും. നമ്മൾ മരിച്ചു പോകും. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പദം പറയുന്നത് പോലെ നമ്മള് സ്വയം കൃതാനർത്ഥങ്ങൾ, സ്വന്തമായി ഉണ്ടാക്കുന്ന അനർത്ഥങ്ങൾ മൂലം ലക്ഷ്യം നേടാൻ പറ്റാതെ നശിച്ചു പോകും. ദീനീ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ഉഖ്റവിയായ ജീവിതം, പരലോക ജീവിതം, ഉറപ്പുള്ള ആ ജീവിതം, അത് ക്ഷേമപൂർണമായിരിക്കുമെന്ന് ഉറപ്പാക്കുക എന്നതാണെങ്കിൽ മറ്റൊരു ലക്ഷ്യം ഐഹിക ജീവിതത്തിലെ നേട്ടം കൂടിയാണ്. അതൊരു പക്ഷേ മറ്റൊരു മതത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത കാര്യമാണ്. ദീനീ വിദ്യാഭ്യാസം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക വിദ്യാഭ്യാസം അത് പരലോകത്തേക്ക് വേണ്ടിയുള്ള കാര്യം മാത്രമല്ല എന്നർത്ഥം. ഈ ജീവിതത്തിൽ കൂടി ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ ഈ ജീവിതത്തിൽ ദീൻ അനുഷ്ഠിച്ചാൽ മാത്രമല്ലേ ഉറപ്പുള്ള പരലോകം കിട്ടുള്ളൂ? അതല്ലേ നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം? അതല്ല ഞാൻ പറയുന്നതിന്റെ അർത്ഥം. ഈ ജീവിതത്തെ നമ്മൾ ഈ ജീവിതമായി തന്നെ കണക്ക് കൂട്ടിയാൽ, ഈ ജീവിതത്തെ കാര്യക്ഷമമാക്കുന്നതിന് ഉതകുന്ന കൽപ്പനകളാണ് ഇസ്ലാമിലുള്ളത്. അത് നിങ്ങൾക്ക് ആലോചിച്ചാലേ അറിയാം. നമ്മുടെ തൗഹീദ് ഇത്രമേൽ മനുഷ്യന്റെ ഏകാഗ്രത വികസിപ്പിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടാവില്ല. നമ്മുടെ നിസ്കാരം ഏകാഗ്രതയാണ്, ശാരീരികമായിട്ടുള്ള ഒരു നല്ല വ്യായാമം കൂടിയാണ് പുറമെ. അങ്ങനെ മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ ആലോചിച്ചാൽ കിട്ടും. അപ്പൊ ദീനും ദുനിയാവും, ദീന് ദുനിയാവിനുള്ളതും ആഖിറത്തിനുള്ളതും കൂടിയാണ്, രണ്ടിനും കൂടി ഉള്ളതാണ്. മറ്റൊരു മതവിഭാഗത്തിന് ഇങ്ങനെ ഒന്ന് അവകാശപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്നു, അത് നമ്മുടെ ദുനിയാവിനും ആഖിറത്തിനും കൂടിയുള്ളതാണ്. ദുനിയാവിനും ആഖിറത്തിനും കൂടിയുള്ളതല്ലാത്ത ഒന്ന് ഒരു വിശ്വാസിക്ക് ഇവിടെ ചെയ്യാൻ സാധ്യത. നമ്മൾ ഡോക്ടറാകുന്നു, എഞ്ചിനീയർ ആകുന്നു, മറ്റെന്തെങ്കിലും രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുന്നു, അധ്യാപനം നടത്തുന്നു. ഇതൊക്കെ ഈ ജീവിതത്തിലും ആഖിറത്തിലും ഗുണം കിട്ടുന്ന കാര്യമാണ്. യാതൊരു സംശയ കാര്യത്തിലില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നമ്മുടെ നിയ്യത്ത് പോലെയാണ്. അപ്പൊ നിയ്യത്ത് പോലെ നമ്മൾ പ്രവർത്തിക്കണം. അവിടെ നമ്മൾ സ്വയം കൃതാനർത്ഥങ്ങൾ ഉണ്ടാക്കരുത്. ഒന്നിന്റെ ചെലവിൽ മറ്റൊന്ന്, ലക്ഷ്യമൊന്ന്, ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ലക്ഷ്യമൊന്ന്, പ്രവർത്തനം മറ്റൊന്ന്. അങ്ങനെ വരാൻ പാടില്ല.
അള്ളാഹു അപ്പോഴാണ് കൂടെ ഉണ്ടാവുക. അള്ളാഹുവിന്റെ സഹായം അപ്പോഴാണ് കിട്ടുക. ഞാൻ ഓർക്കുകയാണ് ഒരു കൊച്ചു സംഭവം, പല വേദിയിലും പറയാറുള്ളതാണ്. ഇസ്ലാമിക വിദ്യാഭ്യാസം, ഖുർആനിക വിദ്യാഭ്യാസം, അതിനെ നമ്മൾ വിലമതിക്കേണ്ടതിന്റെ അനിവാര്യത വിളിച്ചറിയിക്കുന്ന കാര്യങ്ങൾ. ഒരു കൊച്ചു സംഭവം, വളാഞ്ചേരി മർക്കസില് കുട്ടികള് 10ാം ക്ലാസ്സിൽ ഒരു ബാച്ച് 10ാം ക്ലാസ്സിൽ കടന്നപ്പോ, അന്ന് റാങ്കിന്റെ കാലമാണ്, ഗ്രേഡുകൾ വന്നിട്ടില്ല. റാങ്കാണ്, സ്റ്റേറ്റ് തലത്തിലുള്ള 1ാം റാങ്ക്, 2ാം റാങ്ക്, ഒരു 10 റാങ്ക് ഒക്കെ വരെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പൊ അധ്യാപകർക്ക് ഒരു കുട്ടിയെ വെച്ച് റാങ്ക് പിടിക്കാം എന്ന് ഒരു തോന്നൽ. ഫസ്റ്റോ സെക്കൻഡോ അതോടെ ഒരു 10 റാങ്കിന്റെ ഉള്ളിൽ മർക്കസിൽ ഒരു കുട്ടിയെ അവർ ഉന്നം വെച്ചു, ഇവനെ കൊണ്ട് ശരിയാക്കാം. അവരത് തീരുമാനിച്ച് കുട്ടിയുടെ രക്ഷിതാവ് ഉപ്പ ഒരു അധ്യാപകനാണ്, അയാളെ വിളിച്ചു വരുത്തി. അപ്പൊ ഈ കുട്ടി സ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുകയാണ്, അതേ സമയത്ത് ഖുർആൻ ഹിഫ്ളാക്കിക്കൊണ്ടിരിക്കുകയാണ്, മനപ്പാഠം ഹിഫ്ളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ SSLCയുടെ അവർ പ്രതീക്ഷിക്കുന്ന വലിയ വിജയം കിട്ടാൻ വേണ്ടി ഖുർആൻ മനപ്പാഠമാക്കൽ തൽക്കാലം SSLC പരീക്ഷയുടെ സമയത്ത് ആ ഒരു കൊല്ലത്തിൽ ഒന്ന് മാറ്റിവെക്കണമെന്ന് അവർ ഉപ്പയോട് പറഞ്ഞു, സമ്മതം ചോദിച്ചു. ഉപ്പ പറഞ്ഞു, ഇതെല്ലാം ആലോചിച്ചതിന് ശേഷം വേണ്ട, അതൊരു ഗുരുത്തക്കേടായിട്ട് വരും. SSLCക്ക് വലിയ മാർക്ക് കിട്ടാൻ വേണ്ടി അള്ളാന്റെ കലാം പഠിക്കുന്നത് നിർത്തിവെക്കുക, അത് വേണ്ട. ഉപ്പയുടെ തീരുമാനമായിരുന്നു. അധ്യാപകർക്ക് വലിയ നിരാശയായി. അവർ അടുത്ത ഇരയെ കണ്ടുപിടിച്ച് അവനെ വെച്ച് റാങ്ക് പിടിക്കാൻ കഠിന പരിശ്രമത്തിൽ ഏർപ്പെട്ടു. കുട്ടി ഖുർആൻ പഠനം തുടരുന്നു, SSLCക്കും നന്നായിട്ട് പഠിക്കുന്നു. റിസൾട്ട് വന്നപ്പോ സ്റ്റേറ്റ് റാങ്ക് ഒന്നും വന്നില്ലെങ്കിലും സ്കൂളിലെയും പരിസര സ്കൂളുകളിലെയും ടോപ്പർ, ഖുർആൻ പഠനം മുടക്കാത്ത ഈ കുട്ടി തന്നെ സ്റ്റേറ്റ് തലത്തിൽ 10 റാങ്കിന്റെ ഉള്ളിൽ കയറാൻ ഇരയാക്കിയ ആ കുട്ടി എവിടെ എത്തിയില്ല. ആ കുട്ടി ഈ കുട്ടി ഹിഫ്ള് പൂർത്തിയാക്കി നന്നായി SSLCയും പാസ്സായി, നല്ല മാർക്കോട് കൂടി പാസ്സായി. പക്ഷെ അവനിന്ന് ജീവിതമാർഗം നമ്മുടെ നാട്ടില് പ്രയാസാണല്ലോ. അപ്പൊ ഗൾഫിലാണ്. പഠിക്കുകയോ പഠിപ്പിക്കുകയോ ഒന്നല്ല ചെയ്യുന്നത്, സാധാരണ ജോലിയാണ്, ഏതോ കാർ കമ്പനിയിലോ മറ്റോ. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം ദീനിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പുസ്തകങ്ങൾ എഴുതി പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയൊരു പക്ഷെ ആലിയ അഡ്വാൻസ്ഡില് അഖീദയുടെ കിതാബ് പുസ്തകം വരാനുണ്ട്. അത് ഇപ്പറഞ്ഞ കുട്ടി തയ്യാറാക്കിയ പുസ്തകമാണ്, വരാൻ പോകുന്നത്. ഇതിന്റെ അവസാന ജോലിയിലാണ്, പ്രിന്റിങ്ങിന് പോയോന്നറിയില്ല. ഹഫീദ് സയ്യിദ് അലി എന്ന് പറയും, അബുദാബിയിലാണ്. ദുനിയാവുണ്ട്, ഒരു കുറവുമില്ല. ഇപ്പൊ ഇവിടെയൊക്കെ ദുനിയാവിന്റെ വലിയ പഠനം, ദുനിയാവിന് വേണ്ടി, ദുനിയാവിന്റെ പഠനത്തിന് വേണ്ടി എല്ലാ മര്യാദകേടുകളും ചെയ്തു, എല്ലാ ഗുരുത്വങ്ങളും ലംഘിച്ചു, മാതാപിതാക്കളെ വെറുപ്പിച്ചു, നാട്ടുകാരെ വെറുപ്പിച്ചു, സമൂഹത്തെ കളിയാക്കി. എന്നിട്ട് എന്താ ഉണ്ടാകുന്നത്? ഞാൻ ഈ പ്രായത്തിലുള്ള ഒരാളാണ്, ഒരുപാട് കൂട്ടുകാരെ എനിക്കറിയാം. ഇവിടുന്ന് കിട്ടുന്ന സൗകര്യങ്ങൾ അത് വെച്ച് കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഈ കാലത്തിനനുസരിച്ച് അനുയോജ്യമായ ഒരു വീട് വെക്കാൻ സാധ്യമല്ല. 1, 2, 3 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ കെട്ടിച്ചേക്കാൻ സാധ്യമല്ല. അപ്പൊ പിന്നെ 5 കൊല്ലത്തിനും 10 കൊല്ലത്തിനൊക്കെ ലീവ് എടുത്ത് ഗൾഫ് പോവുകയാണ്. ഇപ്പറയപ്പെട്ട ആളുകളൊക്കെ, ഞാൻ ഇപ്പറഞ്ഞ കുട്ടി അടക്കമുള്ള ആളുകളൊക്കെ ആദ്യമേ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിതം ഒന്ന് സേഫ് ആക്കുക, സെറ്റാക്കുക എന്ന് വിചാരിച്ച് ഗൾഫ് പോയി ശാന്തമായിട്ട് ജോലി ചെയ്ത് നല്ല ശമ്പളമൊക്കെ വാങ്ങി. എന്നാ ജീവിതം മുഴുവനും ദീനിന് വേണ്ടിയാണ്. സൂഫി കഥയിൽ പറയാറുണ്ട്,
സൂഫിയുടെ ഭാര്യ സ്വന്തം വീട്ടില് കല്യാണം നടക്കുമ്പോ ഭർത്താവായ സൂഫിയോട് കല്യാണത്തിന് പോകാൻ സമ്മതം ചോദിച്ചു അത്ര. എന്റെ വീട്ടിൽ കല്യാണമാണെന്ന് പോണം. അപ്പൊ സൂഫി ഭർത്താവ്, ഇതൊരു ക്രിയേറ്റഡ് കഥയായിരിക്കാം, ഗുണപാഠം നമുക്ക് ഉപകാരപ്പെടും, അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഭാര്യക്ക് പോകണമെന്ന് നിർബന്ധം. അപ്പൊ പിന്നെ സമ്മതം കൊടുത്തു. പക്ഷേ ഒരു ചെറിയ നിബന്ധന വെച്ചു കൊടുത്തു. ഒരു മെഴുകുതിരി കത്തിച്ച് കൈ കൊടുത്തു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, കല്യാണത്തിന് പോയിക്കോ, പക്ഷെ ഈ മെഴുകുതിരി കെടാതെ കല്യാണത്തിൽ കൂടി തിരിച്ചിവിടെ വരണം. അഥവാ കെട്ടുപോയാൽ ഞാനും നീയും തമ്മിൽ ബന്ധമില്ല. തലാഖ് നടത്താൻ ഒറ്റ വശം. കല്യാണത്തിനൊക്കെ പോയി ഭാര്യ തിരിച്ചു വന്നു, മെഴുകുതിരി കെട്ടിട്ടില്ല. എന്തൊക്കെ അപ്പോ ഇയാള് എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ വീട്ടില്? ഉമ്മാന്റെ അവസ്ഥ എന്താണ്, ഉപ്പാന്റെ അവസ്ഥ എന്താണ്, മറ്റുള്ളവരോടൊക്കെ കാര്യങ്ങൾ. ഒരു കുടുംബമാണല്ലോ, അവിടുത്തെ പുതിയാപ്പിളയാണല്ലോ, പലതും അന്വേഷിച്ചു. ഒന്നിനും ഇവൾക്ക് അത്ര കൃത്യമായിട്ട് മറുപടി പറയാൻ സാധ്യമല്ല, പറ്റുന്നില്ല. ഭക്ഷണം കഴിച്ചു, എന്തായിരുന്നു, ഏത് ഇനം ഭക്ഷണം, അതൊന്നും അവർക്ക് പറയാൻ പറ്റണില്ല. കാര്യം എന്താണ്? കൂടിയാടിയിട്ടുണ്ട്. ശ്രദ്ധ മുഴുവനും ഈ മെഴുകുതിരിയിലാണ്. ഈ മെഴുകുതിരി കെട്ടാൽ അതിന് ശരി തെറ്റില്ല ഞാൻ പറഞ്ഞു, അവളെ ജീവിതം കിട്ടും. അപ്പൊ പിന്നെ ജീവിതം കെടാതെ നോക്കുക എന്ന ലക്ഷ്യത്തിൽ മെഴുകുതിരിയിൽ ശ്രദ്ധിച്ച് ഉമ്മാനെയും ഉപ്പാനെയും ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കണ്ടു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കെടുമോ എന്നുള്ള ഇതിലിഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ക്രിയേറ്റഡ് കഥയായിരിക്കാം, പക്ഷെ ഏതാണ്ട് മനുഷ്യനെ ആലോചിക്കാൻ വക നൽകുന്ന ഒരു ഒരു കാര്യം എന്ന് മാത്രം. ഇതുപോലെ ആയിരിക്കണം നമ്മള്. മനുഷ്യന് ജീവിതത്തിൽ പലതും ചെയ്യേണ്ടി വരും. ഇപ്പൊ പഠിക്കാൻ വന്ന കുട്ടിയാണ്, പഠിക്കേണ്ടത് ദീനുൽ ഇസ്ലാമാണ്. അപ്പൊ ദീനുൽ ഇസ്ലാം പഠിക്കുക എന്ന കാര്യത്തിന്റെ അപ്പുറത്ത് ഇനി ഒന്നും പാടില്ല എന്ന് പറഞ്ഞാൽ വാഷ്റൂമിൽ പോകാതെ പറ്റുമോ, കുളിക്കാതെ പറ്റുമോ, ഉറങ്ങാതെ പറ്റുമോ, ആഹാരം കഴിക്കാതെ പറ്റുമോ? അപ്പൊ പിന്നെന്താണ്? അതൊക്കെ മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒന്നാമത്തെ ലക്ഷ്യം, നമ്മുടെ ഉന്നം അണഞ്ഞു പോകാൻ പാടില്ലാത്ത നമ്മുടെ ലക്ഷ്യം, അതിനെ പൂജിക്കാന്ന് പറയാൻ പാടില്ല, അതിനെ പരിപാലിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. എപ്പോഴും നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു കൃത്യമായ ലക്ഷ്യവും ഉന്നവും വേണം. നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ശീർഷകത്തിന്റെ അർത്ഥവും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. ലക്ഷ്യം വേണം. ഈ ലക്ഷ്യം നമ്മുടെ സ്വന്തം അനർത്ഥം കൊണ്ട്, സ്വയം കൃതാനർത്ഥം കൊണ്ട് ലക്ഷ്യം പാളിപ്പോകരുത്. അതാണ് വാക്കിന്റെ അർത്ഥം. നമ്മൾ അനർത്ഥം ചെയ്യുക. നമ്മള് ഒരു ലക്ഷ്യം പ്രഖ്യാപിച്ച് വെച്ചിരിക്കുക, പക്ഷെ നമ്മൾ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് മറ്റു പലതും. നമ്മൾ ഈ ജീവിതത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. നബി തങ്ങൾ പറഞ്ഞതുപോലെ ദുനിയ ഹിൽവത്തുൻ ഖദിറത്തുൻ, മധുരമുള്ളതാണ് ഈ ജീവിതം, പച്ചയാണ് ഈ ജീവിതം. പച്ചപ്പ് നമ്മൾ ഇഷ്ടപ്പെടുമല്ലോ. അപ്പൊ ആ ദുനിയാവിന്റെ പിന്നാലെ കൂടിയിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കണം. അത് കൂടാതെ കഴിയില്ല. നമ്മളെ നിയന്ത്രിക്കണം. അതൊരു കാഴ്ചപ്പാടിന്റെ പുറത്താവണം. ഇപ്പൊ നമ്മളെ നിയന്ത്രിക്കുക എന്ന് വെക്കുമ്പോ നമ്മുടെ മനസ്സിന്റെ ഇച്ഛകളെ, ഇംഗിതങ്ങളെ, തോന്നലുകളെ, ആഗ്രഹങ്ങളെ നമ്മൾ നിയന്ത്രിക്കുക എന്നാണ്. ഇപ്പൊ നമ്മള് നല്ല വിശന്ന സമയത്ത് ഒരു അങ്ങാടി കൂടി പോവുകയാണ്. പിന്നെ ഫ്രൂട്ട് കടയിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. തൽക്കാലം ആ കടയുടെ ഉടമ അവിടെ ഇല്ല, വിശന്നിട്ട് വയ്യതാനും. നമ്മൾ ആ കടയിൽ നിന്ന് കുറെ ഓറഞ്ചും കുറെ ആപ്പിളും കുറെ പഴമൊക്കെ എടുത്ത് തിന്നുമില്ലേ? നല്ല ഓറഞ്ച്, നല്ല പഴങ്ങള്, ഉടമ അവിടെ ഇല്ല, പരിസരത്തൊന്നും ആളുമില്ല. നമ്മളത് എടുത്ത് തിന്നുമല്ലേ? തിന്നൂല. പ്രസംഗത്തില് പറഞ്ഞ പോലെ ദുനിയാവിൽ പലതും നടക്കുന്നു. നമ്മൾ അവിടെയൊക്കെ കേറിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യുന്ന മാതിരി തോന്നിയാസം ചെയ്യും. നെതന്യാഹു ചെയ്യുന്നത് പോലെ വേണ്ട അരാജകത്വം സൃഷ്ടിക്കുക ഭൂമിയിൽ. അവരൊക്കെ മനുഷ്യന്മാരാണ്, കണ്ടാൽ
പരിഷ്കൃതരാണ്. പക്ഷെ അവരുണ്ടാക്കുന്ന അനർത്ഥം മൂലം നമുക്ക് അടുക്കളയിൽ കത്തിക്കാൻ തീയില്ലാതെ വരികയാണ്. നമ്മൾ മുസ്ലിങ്ങളായതുകൊണ്ടല്ല, ലോകത്തൊട്ടാകെ. അപ്പൊ നമ്മൾ അവരെ പോലെ ആകാൻ പറ്റുമോ? നമുക്ക് തോന്നുകയാണ് ഒരാളെ കയറി അടിക്കണം, നമ്മൾ അടിക്കുവോ? എവിടെങ്കിലും തീയിട്ട് കത്തിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പിന്നെ അവിടെ പോയിട്ട് തീയിടും. നമ്മള് പറ്റിയാൽ ചെയ്യോ? അങ്ങനെ പറ്റിയാൽ ചെയ്യുമെന്നാണെങ്കിൽ, നമുക്ക് പറ്റാത്തോണ്ട് ചെയ്യാതിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ? പറ്റുന്നത് പലതും നമ്മൾ തെറ്റായത് കൊണ്ട് ചെയ്യാതിരിക്കുന്നില്ലേ? അപ്പൊ നമ്മൾ നമ്മളെ നിയന്ത്രിക്കുന്നു എന്നർത്ഥം. നമ്മളെ നിയന്ത്രിക്കുകയാണ്. ഇത് ഒരു കാഴ്ചപ്പാടും തിയറിയും തിരിച്ചറിവും ബേസുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വേറെയും പലതും നമ്മുടെ കൺമുമ്പിലൂടെ നടന്നു പോകും. കൂടെ പഠിക്കുന്ന കുട്ടികൾ, ഭിന്ന ലിംഗങ്ങളിലുള്ള കുട്ടികൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഓറഞ്ച്, ആരാന്റെ ഓറഞ്ച് കാണുമ്പോൾ എടുത്ത് തിന്നാന്ന് വിചാരിക്കുക. അത് പറ്റൂല എന്ന് വെക്കുകയാണെങ്കിൽ, അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്നതും കണ്ണിന് കുളിർമയേകുന്നതും നമുക്ക് ആകർഷണീയത തോന്നും എന്തെല്ലാം ഉണ്ടാവും. ആണിനുണ്ടാകും, പെണ്ണിനുണ്ടാകും. അപ്പൊ നമ്മൾ ആത്മനിയന്ത്രണം ഇല്ലാത്ത ആൾക്കാരാണ്. നമ്മളെ എങ്ങനെ ആൾക്കാർ വിശ്വസിക്കും? പാടില്ല എന്ന് നിയമമുള്ള ഒരു കാര്യം. ഇപ്പൊ സ്ത്രീ സുരക്ഷയുടെ കാലമാണ്. സ്ത്രീ എത്ര സെക്കൻഡ് നോക്കാൻ പാടുള്ളൂ എന്ന് ഇവിടെ രാജ്യത്തെ നിയമമുണ്ട്. ഖുറാനിലെ നിയമം ഇസ്ലാമിന്റെ നിയമമല്ല, അത് അതിന്റെ പുറത്താണ്. അപ്പൊ നമ്മൾ അത് ലംഘിച്ച് നമ്മൾ ചെയ്യുമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മള് വിശ്വാസ്യത പരിപാലിക്കാത്ത ആൾക്കാരാണ്. നമ്മൾ കട്ടെടുക്കൂല എന്ന് ഖുർആൻ കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെ അള്ളാഹുവിനറിയാം. ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളും അള്ളാഹുവിനറിയാം. അപ്പൊ അതൊക്കെ കളവാണ്, മോഷണമാണ്. വ്യഭിചാരത്തെ പറ്റി പറഞ്ഞപ്പോ നിബ്സങ്ങൾ പറഞ്ഞത്, ഖുർആൻ പറഞ്ഞത് എന്താ? വലാ തഖ്റബു സിന എന്നാണ്. സിനയിലേക്ക് അടുക്കരുത്. സിനയിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സിന ചെയ്യുമ്പോ നമ്മൾ അവിടെ ചെന്ന് നോക്കി നിൽക്കരുത് എന്നല്ലല്ലോ. സിനയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യരുത്. സിനയിൽ ചെന്നു ചേരുന്ന, അവിഹിത ബന്ധത്തിൽ ചെന്നു ചേരുന്ന, ഹറാമിൽ നിഷിദ്ധത്തിൽ ചെന്നു ചേരുന്ന യാതൊരു കാര്യങ്ങളും ചെയ്യരുത്. അതൊരു ഫോൺ അടിക്കലായിരിക്കും, അല്ലെങ്കിൽ ഒരു മിസ് കോൾ തിരിച്ചു വിളിക്കലായിരിക്കും, കാണുമ്പോ ചിരിക്കലായിരിക്കും, അങ്ങനെ പലതും ആയിരിക്കും. അതൊക്കെ തന്നെയാണ് പിന്നെ സിനയായി തീരുന്നത്. ശാരീരിക കാര്യങ്ങളെ പറ്റി പറയുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കഴുതകളെ പോലെ ആകരുത്. അത് കുടുംബജീവിതത്തെ പറ്റി പറയുമ്പോ പറയുന്നതാണ്. കഴുതകളെ പോലെ ആകരുത്. കഴുതക്ക് മോഹം തോന്നിയാൽ ഉടനെ അങ്ങോട്ട് തീർക്കലാണ്. നിങ്ങള് ദൂതനെ അയക്കണം എന്നാണ് റസൂൽ എന്നുള്ള പദമാണ് അവിടെ ഹദീസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ജീവിത പങ്കാളിയെ സമീപിക്കുന്നതിന് മുമ്പ് ദൂതനെ അയക്കണം. എന്താണ് ദൂതൻ? ശരിക്കുമുള്ള കാര്യത്തിന്റെ ആമുഖമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെ പറ്റിയാണ് വലാ തഖ്റബു സിന, സിനയിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞത്. ആമുഖങ്ങൾ ചെയ്യരുത് എന്നാണ്. അപ്പൊ നമ്മൾ ശരിക്കും സത്യസന്ധരാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ കൊമേഴ്സ് പഠിച്ചു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ജോലിക്ക് നിങ്ങളെ യോഗ്യരാക്കുന്ന എന്തെങ്കിലും അറിവ് പഠിച്ചു, അങ്ങനെ ഒരു തൊഴിൽ സ്ഥാപനം നിങ്ങളെ വിശ്വസിച്ച് ആ തൊഴിൽ സ്ഥാപനത്തിന്റെ മേൽനോട്ടം ഏൽപ്പിച്ചു, പണത്തിന്റെ ഇടപാട് ഏൽപ്പിച്ചു. എങ്ങനെ ആൾക്കാർ വിശ്വസിക്കും? നിങ്ങള് അല്ലെങ്കിൽ നമ്മളൊക്കെ അള്ളാഹു പറഞ്ഞത് തെറ്റിച്ചിട്ട് കട്ടെടുത്ത ആൾക്കാരാണ്. ഖായിനത്തൽ അയ്യുൻ, കണ്ണിന്റെ കട്ടുനോട്ടം. അള്ള തന്നെ അത് കള്ളമാണ്, കട്ടുനോട്ടമാണെന്ന് പറഞ്ഞത് നോക്കുന്ന ആൾക്കാരാണ് നമ്മളെങ്കിൽ നമ്മളെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പൊ ഇതൊക്കെ ഒരു തത്വവും കാഴ്ചപ്പാടും ബേസുമായി തീരേണ്ടതുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ അറിവിന്റെ ഉള്ള്, അല്ലെങ്കിൽ അതിന്റെ ഉണ്മ, അതിന്റെ ബേസ് എന്ന് പറയുന്നത്. നമ്മുടെ ഉന്നം തെറ്റിപ്പോകരുത്. സൂഫിയുടെ കഥ പറഞ്ഞതുപോലെ
അങ്ങനെ ധാരാളം സംഭവങ്ങളും ഗുണപാഠം നൽകുന്ന ഹദീസുകളും ആയത്തുകളൊക്കെ ഉണ്ട്. ലക്ഷ്യം പിഴക്കരുത്. നമ്മൾ വന്നിരിക്കുന്നത് ദീൻ പഠിക്കാനാണ്. ദീൻ പഠിച്ചാൽ നമുക്ക് ഈ ജീവിതത്തിൽ ഗുണമുണ്ട്, മരിച്ചു ചെന്നിട്ടും ഗുണമുണ്ട്. മരിച്ചു ചെന്നിട്ടുള്ള ഗുണം തരുന്നതാണ് ഇത്. അപ്പൊ അങ്ങനല്ല, ഈ ജീവിതത്തിന് വേണ്ടി തന്നെ ഒരാൾ ഇത് പഠിക്കുകയാണെങ്കിൽ, മഹാനായ അറബിക്കവി, മഹാകവി, അറബിക്കവി അഹമ്മദ് ഷൗക്കി പാടിയതുപോലെ, ലൗലം തഖും ദീനൻ ലഖാമത് വഹ്ദഹാ ദീനൻ യുളീഉ തുളീഉ ബി നൂരിഹിൽ ആഫാഖു എന്നെന്താണ് ഉണ്ടെന്ന് അയച്ചോർമ്മ. ഇത് നമ്മുടെ ഈ ജീവിത വ്യവസ്ഥിതി ദീനുൽ ഇസ്ലാം അതൊരു ദീനായി രംഗത്തില്ലായിരുന്നുവെങ്കിൽ അത് സ്വയം, നമ്മളൊക്കെ ദീനിന്റെ ആൾക്കാർ, നമ്മളൊക്കെ ദീനിനെ നിലനിർത്തുന്നവരായി ഇവിടെ ഇല്ലാന്ന് വിചാരിക്കുക. എന്നാൽ തന്നെയും അത് ആ വ്യവസ്ഥിതിന്റെ ഒരു ജീവിത വ്യവസ്ഥിതിയാണല്ലോ. അതിന്റെ സൗന്ദര്യം കൊണ്ട് അത് പുറത്തു വരികയും അത് ലോകത്താകെ വെളിച്ചം പരത്തുകയും ചെയ്യുമായിരുന്നു. വലിയൊരു കാഴ്ചപ്പാടാണ് കവി അവതരിപ്പിക്കുന്നത്. അപ്പൊ നമ്മള് ദീനിന് ശാപമാകരുത്. ദീനിൽ നിന്ന് ഒരുപാട് കുറ്റങ്ങള് പറയപ്പെടുന്നുണ്ട്, ഒരുപാട് പഴി കേൾക്കേണ്ടി വരുന്നുണ്ട്. വാസ്തവത്തിൽ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാ. ദീനിനൊരു കുഴപ്പമില്ല. നഈബു സമാനന ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കവിതാ സമാഹാരങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കൊടുത്തിട്ടുണ്ട്, പഠിച്ചവരുണ്ട്. നഈബു സമാനന വലൈബു ഫീന വമാലി സമാനിന ഐബുൻ സിവാന. നമ്മൾ കാലത്തെ കുറ്റം പറയുന്നു, വാസ്തവത്തിൽ കാലത്തിനല്ല കുറ്റം നമുക്കാണ്. ഈ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മയുണ്ടെങ്കിൽ ഈ കാലത്ത് ജീവിക്കുന്ന ഇത് നമ്മളാണ് എന്നുള്ളത് മാത്രമാണ്. നമ്മൾ കെട്ട ആളുകളെല്ലാം കൂടി ഈ കാലത്ത് ജീവിക്കുമ്പോ കാലം ചീത്ത കാലം എന്ന് വിളിക്കപ്പെടുന്നു. നമ്മൾ നന്നാവണം. നമ്മൾ നന്നാകാൻ വേണ്ടി വന്ന ആൾക്കാരാണ്. നമ്മൾ ദീൻ പഠിക്കണം, ദുന്യാവും പഠിക്കണം. ദീനും ദുന്യാവും പഠിക്കുക എന്ന് പറയുമ്പോൾ പറയപ്പെട്ടിട്ടുള്ള മഹാന്മാരുടെ വാക്യമാണ്. യഅ്മൽ ദുനിയാക കഅന്നക തഈശു ഗദൻ തമൂതു ഗദൻ. യഅ്മൽ ദുനിയാക കഅന്നക തഈശു അബദൻ വഅ്മൽ ലിആഖിറതിക കഅന്നക തമൂതു ഗദൻ. ദുനിയാവിന് വേണ്ടി നീ പണിയെടുക്കേണ്ടത് എങ്ങനെയാണ്? കാലാകാലം ഇവിടെ ജീവിക്കും എന്നോണം. ഞാൻ കുറച്ചൊന്നും സമ്പാദിച്ചാൽ പോരാ, ഒരുപാട് സമ്പാദിക്കണം, ഒരുപാട് പ്ലാൻ ചെയ്യണം, ഒരുപാട് നേടിയെടുക്കണം. കാരണം എനിക്ക് കാലാകാലം ഇവിടെ ജീവിക്കാനുള്ളതാണ്. ആ ഒരു ചിന്തയിലാണ് പണിയെടുക്കേണ്ടത്. എന്നാൽ ആഖിറത്തിന് പണിയെടുക്കുമ്പോഴോ നാളെ ഞാൻ മരിക്കുമെന്ന കാര്യം മാതിരിയാണ്. നാളെ മരിക്കാൻ പോകുന്ന ഒരാള് എന്തൊക്കെ വെപ്രാളത്തിലായിരിക്കും, എന്തൊക്കെ നന്മകൾ ചെയ്യാൻ, എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ പരിഹരിക്കാൻ, പിണക്കങ്ങൾ തീർക്കാൻ, എന്തൊക്കെ വെപ്രപ്പാടിലായിരിക്കും അയാള്. അപ്പൊ നാളെ തന്നെ മരിക്കും എന്ന രീതിയിലാണ് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നത്. ദുനിയാവിന് വേണ്ടി പണിയെടുക്കുമ്പോഴോ കാലാകാലം ഇവിടെ ജീവിക്കുന്ന മാതിരിയാണ്. വെള്ളിയാഴ്ച ജുമാ ഖുതുബയെ സംബന്ധിച്ചും നിസ്കാരത്തെ സംബന്ധിച്ചൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ്. നിസ്കാരം കഴിഞ്ഞാൽ വേഗം ഭൂമിയിൽ വ്യാപരിക്കൂ. വബ്തഗൂ മിൻ ഫളില്ലാ, അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് സമ്പാദിക്കൂ. അപ്പൊ നിസ്കാരം അത് ചെറിയൊരു കാര്യമാണ് അഥവാ വലിയ കാര്യമാണ്. അത് ചെയ്താൽ പിന്നെ കാലാകാലം അവിടെ ഇരിക്കണ്ട. ജീവിക്കണമെങ്കിൽ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ഫൈദാ ഖുദിയത്തി സ്വലാത്തു, ജുമാ നിസ്കാരം കഴിഞ്ഞാൽ എന്താണ്? ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ്, ഭൂമിയിൽ വ്യാപരിക്കുക. വബ്തഗൂ മിൻ ഫളില്ലാ, അല്ലാഹുവിന്റെ ഫളിൽ തേടുക. ഇതൊക്കെ ഈ കാഴ്ചപ്പാടുകളൊക്കെ ശരിയാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പുതിയ കുറെ കൗതുകകരമായ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പഠിക്കുന്ന കുട്ടികളാണ്. അടിസ്ഥാനം ശരിയാവണം. ദുനിയാവിനെ നിരാകരിക്കുന്ന കാഴ്ചപ്പാടല്ല നമ്മള്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, റഹ്ബാനിയത്തൻ ഇബ്തദഊഹാ മാ കതബ്നാഹാ അലൈഹിം ഇല്ല ഇബ്തിഗാഅ റിദ്വാനില്ലാഹ് ഫമാ റഅഊഹാ ഹഖ റിആയതിഹാ.
പൗരോഹിത്യം റഹ്ബാനിയത്തൻ ഇബ്തദഊഹ, അത് ജൂത ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാണ് പൗരോഹിത്യം, കുമ്പസാരവും പരിപാടിയൊക്കെ. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഖുർആൻ നേരെ വിമർശിക്കുന്നുണ്ട്. മാ കതബ്നാഹ അലൈഹിം, അങ്ങനെ ഒരു പൗരോഹിത്യം നമ്മൾ നിർബന്ധാക്കിയിട്ടില്ല എന്ന് അള്ളയാണ് പറയുന്നത്. ഇല്ല ഇബ്തിഗാ റിദ്വാനില്ല, അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിക്കുക, അള്ളാഹുവിന്റെ തൃപ്തി നേടുക. ആ മനുഷ്യൻ അങ്ങനെ ചെയ്യേണ്ടി വരും. നമ്മൾ ഒരിടത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ തൊഴിലുടമയുടെ അല്ലെങ്കിൽ സ്പോൺസറുടെ, ഫാക്ടറി മുതലാളിയുടെ, അയാളുടെ തൃപ്തി നേടണം എന്നതുപോലെ ഇല്ല അള്ളാന്റെ പൊരുത്തം തേടുക. പക്ഷെ ജൂത ക്രിസ്ത്യാനികൾക്ക് അത് മനസ്സിലായില്ല. അത് വേണ്ട വിധം അവർ പരിപാലിച്ചില്ല. മനുഷ്യന് ചിലത് മനസ്സിലാവൂല. അപ്പൊ നമ്മള് ഇതൊക്കെ പറയുമ്പോ ഇരുന്ന് ഉറങ്ങേണ്ടി വരും, മനസ്സിലാവൂല. പക്ഷെ ഇത് ബേസുകളാണ്. ഇത് ഏതോ മുട്ടത്ത് വർക്കിയുടെ നോവല് വായിക്കല്ല, കോട്ടയം പുഷ്പനാഥിന്റെ നോവല് വായിക്കല്ല. ഇത് മനുഷ്യന്റെ പച്ചയായ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പരമാർത്ഥങ്ങള് അറിയുന്നത് തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയണം. നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ഈ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം. സ്വയംകൃതാനർത്ഥങ്ങൾ പറഞ്ഞല്ലേ ഈ വാക്കില്. എനിക്ക് ഒരുപാട് സ്വയംകൃതാനർത്ഥങ്ങളെ സംബന്ധിച്ചറിയാം. കുറച്ച് പ്രായമുള്ള ആളാണല്ലോ. പിന്നെ ഒരു 36 കൊല്ലമായിട്ട് നിങ്ങളെപ്പോലെ ആളുകളെ ഇടയിലാണ് ജീവിക്കുന്നത്. 2008 മുതൽ പെൺകുട്ടികളും ഉണ്ട്, പെൺകുട്ടികളും ആൺകുട്ടികളും. ഇപ്പോ അവരടിയിലാണ് ജീവിക്കുന്നത്. അവർക്ക് കൊടുത്തു, അവരിൽ നിന്ന് വാങ്ങി ആദാനപ്രദാനം നടത്തിയിട്ടാണ് ജീവിതം മുഴുവൻ. അതിന്റെ ഭാഗം തന്നെ ഇതൊക്കെ. നിങ്ങള് ഏതോ അർത്ഥത്തിൽ എന്റെ കുട്ടികളാണ്, അല്ലെങ്കിൽ പേരക്കുട്ടികളാണ്. ഇവര് പലരും കുട്ടികളാണെങ്കിൽ നിങ്ങൾ അവരുടെ കുട്ടികളെ നിൽക്കുന്ന പേരക്കുട്ടികളാണ്. നന്മ ആഗ്രഹിച്ച് പറയണം. സ്വയം കൃതാനർത്ഥങ്ങൾ നമ്മളൊക്കെ എപ്പോഴും അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ ഒരു തരം ഊഷ്മളതയോടെ ആഹ്ലാദത്തോടെയാണ് സ്വീകരിക്കുന്നത്. സ്വയം കൃതാനർത്ഥം മൂലം ജീവിതം പാഴായിട്ടുള്ള ആളുകൾ പലരും സമീപിക്കുന്ന അവസ്ഥ. അപ്പൊ അവര് വിചാരിക്കുകയാണ്, നമ്മളൊന്നും വിചാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ സിസ്റ്റം ഒന്നും വിചാരിച്ചിട്ടൊന്നുമല്ല, അവർക്ക് തന്നെ തോന്നുകയാണ് അനർത്ഥമാണ് എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് മടക്കം, അതുകൊണ്ടാണ് തിരിച്ചു വരവ്. 2008 ഒഫിയ തുടങ്ങിയപ്പോ 104 കുട്ടികളെ വെച്ചാണ് തുടങ്ങിയത്. 4 എന്നുള്ള 3 അങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ടാകാം. ബിൽഡിംഗ് 100% പണി പൂർത്തിയായതിന്റെ ശേഷം കാൾ ഫോർ ചെയ്തു. അപ്പൊ പലരും വിചാരിച്ചു ആരും വരൂല. പെൺകുട്ടികളെ കണ്ടപ്പോ ഇങ്ങനെ ദീനുൽ ഇസ്ലാം പഠിക്കാൻ 5 കൊല്ലം കുത്തിയിരുന്ന് നഹ്വും സർഫും പഠിക്കുക, പിന്നെ മിഷ്കാത്ത് ഓതുക, ഫത്ഹുൽ മീൻ ഓതുക, തഫ്സീർ ഓതുക, ഇതൊക്കെ എന്ത് ഇജാതി ഏർപ്പാടിനൊക്കെ ആൾക്കാരെ കിട്ടുമോ എന്നായിരുന്നു പലരുടെയും കാഴ്ച. പക്ഷെ കാൾ ഫോർ ചെയ്തപ്പോ ആളുകൾ ഇങ്ങോട്ട് കുത്തി ഒലിച്ചു വന്നു, കുട്ടികൾ ധാരാളമായിട്ട് വന്നു. അങ്ങനെ എത്ര കുട്ടികളെ അഡ്മിറ്റ് ചെയ്യണം? സ്വാഭാവികമായിട്ട് 1ാം ക്ലാസ്സിൽ 30 കുട്ടി, നമ്മളെന്നാ 25 കുട്ടി എന്നാ കണക്കാക്കിയിരുന്നത്. 125 കുട്ടികൾക്കുള്ള സൗകര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 125 കുട്ടികൾ ഒരു ക്ലാസ്സിൽ 25, 5 ക്ലാസ്. അപ്പൊ 25 കുട്ടികൾ എടുക്കുക, ഒരു ക്ലാസ്. അങ്ങനെയല്ലേ തുടങ്ങിയതല്ലോ എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു അപേക്ഷ കുറെ അധികമാണ്, ചർച്ചയിൽ പങ്കെടുക്കുന്ന അധികോ. അപ്പൊ ഇവിടെ സർക്കാർ നടത്തുന്ന ഒരു കോഴ്സിന് അതിന് തൊട്ട് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസില്, ദ ഹിന്ദുവില്, മലയാള മനോരമയില്, മാതൃഭൂമിയില്, ചന്ദ്രികയിലും 5 പത്രത്തിൽ പരസ്യം കൊടുത്തു. ആകെ വന്നത് 5 അപേക്ഷ. ഇന്റർവ്യൂവിന് വന്നത് 3 കുട്ടിയാണ്. അപ്പോഴാണ് വഫിയ തുടങ്ങണത്. 104 കുട്ടികൾ അഡ്മിറ്റ് ചെയ്തു. ഒരു ക്ലാസ്സിൽ ഒരു ഡിവിഷൻ ആക്കണ്ട, കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇപ്പൊ അത് അംഗീകരിക്കല്ല, നിർവാഹമില്ല, മറ്റെന്തൊക്കെ മനസ്സിലുണ്ടെങ്കിലും അംഗീകരിക്കപ്പെട്ടു. 104 കുട്ടികളെ കൊണ്ട് തുടങ്ങി. മറ്റൊരാവശ്യത്തിന് പറഞ്ഞതാണ്.
ആ തുടക്കം 5 കൊല്ലം പിന്നിട്ടു. 5 കൊല്ലം പിന്നിട്ടപ്പോഴത്തേക്ക് ഒരുപാട് കുട്ടികള് അസുഖം മൂലം, ദാരിദ്ര്യം മൂലം, ഈ ദാരിദ്ര്യം മൂലം എന്ന് പറയുമ്പോ ഇതൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെയൊക്കെ സമൃദ്ധി ഏതോ ഒരു ഹോർമൂസില് ഒരു വഴിതടസ്സം വന്നപ്പോഴത്തേക്ക് ഇവിടെ ഗ്യാസ് കത്താതെയായി. അതാണ് നമ്മുടെയൊക്കെ ആ പൊലിമ. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, കരയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ എന്തിനാ പോണ്? ഇവിടെ അങ്ങനെ സൗകര്യമില്ല, ഇങ്ങനെ സൗകര്യമില്ല എന്നൊക്കെ. അപ്പൊ ഈ സൗകര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോ കുട്ടി കട്ട് ചെയ്തിട്ട് പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് ഉസ്താദ് ഞാൻ പോണെന്ന് പറയണത്. അപ്പൊ ഞാൻ ഞെട്ടി, എന്താ സംഭവം? അപ്പൊ അവള് പറഞ്ഞത്, എന്റെ ഉപ്പാക്ക് വയസ്സായിരിക്കണം, പള്ളിക്കല ഉസ്താദിന് ചോറ് കൊണ്ടുവരുന്ന പണിയായിരുന്നു. അപ്പൊ ഉപ്പാക്ക് ചോറ് അവിടുന്ന് കിട്ടും ഈ പെരീന്ന്. ഉസ്താദ് കഴിച്ചതിന്റെ ബാക്കി ചോറ് ഞങ്ങൾക്ക് പെരീക്കും കൊണ്ടുവരും. ആ ജോലി ഇപ്പൊ നഷ്ടപ്പെട്ടേക്കണം. പിന്നെ ഉപ്പാക്ക് പെയിന്റിങ്ങിന് പോകാൻ അറിയാം, പക്ഷെ പ്രായമായതുകൊണ്ട് വയ്യ, വീട്ടില് പട്ടിണിയാണ്. അപ്പൊ ഈ പട്ടിണി കിടക്കുന്ന വീട്ടിൽ നിന്ന് വരുന്ന ഞാന് നേരം വെളുത്താല് ഒരു കട്ടൻ ചായ, അതിലേക്ക് എന്തെങ്കിലും ബന്ന് ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന്, അത് 9 മണിക്ക് സമൃദ്ധമായ നാസ്ത, ഉച്ചക്ക് സമൃദ്ധമായ ഭക്ഷണം, വൈകുന്നേരം ചായ, രാത്രി സമൃദ്ധമായ ഭക്ഷണം. എനിക്കിത് സഹിക്കാൻ പറ്റണില്ല, അതുകൊണ്ട് ഞാൻ പോവാണ്. അങ്ങനൊക്കെ ഇതൊക്കെ ഓരോരോ യാഥാർത്ഥ്യങ്ങളാണ്. പ്രത്യേകിച്ച് പറയുന്ന പോയിന്റിൽ തന്നെ അല്ല പറഞ്ഞത്. അങ്ങനെയൊക്കെ ചുരുക്കി പറഞ്ഞാല് അങ്ങനെയുള്ള കാരണങ്ങളാൽ പോയി, ആരോഗ്യപരമായ കാരണങ്ങളാൽ പോയി 50-55 കുട്ടികൾ ബാക്കിയായി. പ്രത്യേകിച്ച കാരണങ്ങളൊന്നും ഇല്ലാത്ത പോയ ആൾക്കാര് നിരന്തരം ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാറുണ്ട്. അന്ന് പഠിച്ചതിന്റെ ബാക്കി പഠിച്ചിട്ട് വഫിയ സർട്ടിഫിക്കറ്റ് തരുമെന്ന്. വാഫി സർട്ടിഫിക്കറ്റ് തരുമെന്ന് ചോദിക്കുന്നതിനെ കണക്കില്ല ആൺകുട്ടികളും. അപ്പൊ ഞങ്ങളൊക്കെ പണ്ട് കിതാബ് ഓതുമ്പോ തൈലീമുൽ മുത്തഅല്ലിം എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് ഓതാറുണ്ട്. അത് പഠിക്കുന്നവനെ പഠിക്കുന്ന വിദ്യാർത്ഥി പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പഠിച്ചിരിക്കേണ്ട കുറച്ച് അദബുകൾ അത് പഠിപ്പിക്കാനാണ് തഅലീമുൽ മുത്തഅല്ലിം. അത് തന്നെയാണ് തഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി എന്നുള്ള പേരിൽ ഞങ്ങൾ ഓതുന്നത്. ആ കിതാബ് അന്ന് ഞങ്ങൾ ഓതിരുന്ന കിതാബ്, അതിന്റെ രചയിതാവ് അതിനിട്ട പേരാണ്. നമ്മൾ തഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി എന്നുള്ള പേര് സ്വീകരിച്ചത് മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിനെ, 4 മദ്ഹബിന്റെ ഇമാമികളിൽ പ്രധാനിയായ മദീനത്തിന്റെ ഇമാമായ മാലിക് റളിയല്ലാഹു അൻഹുവിനെ മദീനത്തെ പള്ളിയിൽ ദർസിൽ ചേർക്കുമ്പോ ഉമ്മ പറഞ്ഞ വാക്കാണ് തഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി. വലിയ ഉസ്താദിന്റെ അടുത്തേക്കാണ് പോണത്, അറിവിന്റെ സമുദ്രമാണ്, ഒരുപാട് വാരിക്കോരി ഇൽമ് പഠിക്കുക, അതല്ല വേണ്ടത്. ആദ്യം വേണ്ടത് അതപ്പാണ്, തഅല്ലം മിൻ അദബിഹി. ആദ്യം മര്യാദ പഠിക്കുക, പിന്നെ അറിവ് പഠിക്കുക. നമ്മൾ അതിന്റെ മലയാളം ഇറക്കിയിട്ടുണ്ട്, ആദ്യം മര്യാദ പിന്നെ അറിവ് എന്നാണ് തോന്നുന്നത്. ചുരുക്കി പറഞ്ഞാല് എന്തിപ്പോ പറഞ്ഞിരുന്നത്, 54 കുട്ടികളെ കൊണ്ട് അല്ല, ഈ 54 കുട്ടികൾ പിന്നെ പലരും പെൺകുട്ടികള് അവർക്കത് വീണ്ടെടുക്കണം. 2 ക്ലാസ് പഠിച്ചവര്, 3 ക്ലാസ് പഠിച്ചവര്, 4 ക്ലാസ് പഠിച്ചവർ ബാക്കി പഠിച്ചിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണം. ആൺകുട്ടികളുടെ സർട്ടിഫിക്കറ്റ് വാഫി. ഇപ്പോ ചില ആളുകൾക്ക് തോന്നുകയാണ് ഇവിടെ ഒന്ന് നിന്ന് വട്ടം തിരിഞ്ഞാൽ എവിടെ എത്തൂല. അതൊരു തോന്നലാണ്. 2 ആഴ്ച മുമ്പ് ലോകത്ത് തന്നെ വലിയ വലിയ ഗവേഷകന്മാരും സയന്റിസ്റ്റുകളും അവരുടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഇന്റർനാഷണൽ മാഗസിൻ. ഇപ്പൊ നമ്മൾ എനർജിയെ സംബന്ധിച്ച് പെട്രോള്, പിന്നെന്താ ലിഥിയോ, അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള പുതിയ എനർജികളെ പറ്റി അന്വേഷിക്കുന്ന കാലാണ്. അപ്പൊ ഞാൻ ഈ കുട്ടിയെ മറന്നുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫൈസലിനെ അറിയോന്ന് അറിഞ്ഞൂടാ. ഒരു ബാസിത്ത്, സയ്യിദ് നദ്വിയുടെ മകൻ ബാസ് പറഞ്ഞൊരു കുട്ടി, ആര്യ കഴിഞ്ഞിട്ട് പിന്നെ ആ കുട്ടിക്ക് എന്തോ ബുദ്ധിമുട്ടായിട്ട് പോയതാ. പിന്നെ ഇപ്പൊ ലണ്ടനിലാണ്, കോടികളുടെ സ്കോളർഷിപ്പ് സ്വീകരിച്ച്. അപ്പൊ അവന്റെ ഒരു കണ്ടെത്തൽ,
ഇപ്പൊ ഈ പറഞ്ഞ ലിഥിയം പിന്നെ എത്തനോള എത്തനോള ലിഥിയം എനിക്ക് അറിഞ്ഞൂടെ, ഞാനൊന്നും പഠിക്കാത്ത ആളല്ല. അപ്പൊ ഇതിലേതോ ഒരു എനർജി പിന്നെ സമാന്തര എനർജി ആയിട്ട് ഉപയോഗിക്കുന്നതിന് ഇതുവരെയായിട്ട് ചില തടസ്സങ്ങളുണ്ട്. അപ്പൊ ആ തടസ്സങ്ങൾക്ക് ഇവൻ ഒരു പരിഹാരം നിർദ്ദേശിക്കുകയാണ്. ഫിസിക്സ് പഠിച്ചിരുന്ന കുട്ടിയാണ്. അത് അവൻ ഒരു ഗവേഷണ പ്രബന്ധമായി ഇപ്പറഞ്ഞ മാഗസിന് അയച്ചു കൊടുത്തു. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഫോണിലുണ്ട്. എനിക്കത് പറയാനൊന്നും അത്ര അറിയില്ല. ഞാൻ പഠിച്ചാൽ തന്നെ പിന്നെയും മറക്കും, നമ്മളെ വിഷയമല്ലല്ലോ. അറബി വാക്കുകളോ മറ്റു ഇതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരേട്ടം കേട്ടാൽ ചിലപ്പോൾ അവിടെ നിൽക്കും, ഇതൊന്നും നിൽക്കൂല, നമ്മളെ കണക്കല്ലാത്തത്. ചുരുക്കത്തിൽ ഇന്റർനാഷണൽ മാഗസീനിൽ അത് പ്രസിദ്ധീകരിച്ചു വന്നിരിക്കുകയാണ്. ഇനി അത് ഒരു പക്ഷേ ശാസ്ത്രലോകം, ആ രംഗത്തുള്ള പിന്നെ ശാസ്ത്രജ്ഞന്മാര് ഫൈനലി അംഗീകരിച്ചാൽ അവൻ അതിന്റെ പാറ്റന്റും കിട്ടും. ആ പാറ്റന്റ് കിട്ടുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ മൂലകങ്ങളൊക്കെ കണ്ടുപിടിച്ച അതുപോലെ ചില മൂലകങ്ങൾ എനർജി ആയിട്ട് ഉപയോഗിക്കുന്നതിന് ഉള്ള തടസ്സങ്ങൾ നീക്കിയതിന്റെ പേരിൽ കിട്ടാൻ പോകുന്ന പണം അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതായിരിക്കും. വെറുതെ വിചാരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഫയലു അൽ ബുസ്താനു ജമീലുൻ അതൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ വിചാരിക്കുന്നവർ വിചാരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തടസ്സങ്ങൾ ഉള്ളപ്പോ ആ തടസ്സങ്ങളെ ലംഘിച്ച് വെല്ലുവിളിച്ച് പഠിക്കണം. ഇപ്പൊ നിങ്ങൾ മതത്തിന്റെ അന്തരീക്ഷത്തിൽ പഠിക്കുന്ന ആൾക്കാരെന്നുള്ള നിലക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന് ചില തടസ്സങ്ങൾ, ഇത് ദീനി വിദ്യാഭ്യാസമാണ്, ഇത് ഭൗതിക വിദ്യാഭ്യാസത്തിന് വന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഹോസ്റ്റലൊന്നുമല്ല. ഇവിടെ ഊന്നൽ ദീനി വിദ്യാഭ്യാസത്തിനാണ്. അള്ളാഹ്ക്കാണ്, അള്ളാന്റെ റസൂലിനാണ്, കാലല്ലക്കാണ്, കാല റസൂലുള്ളക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. ശരിയാണ്, എന്താ ഭൗതിക വിദ്യാഭ്യാസം പാടില്ല? ഭൗതിക വിദ്യാഭ്യാസം പാടില്ല എന്ന് പറയപ്പെടരുത്. കുറച്ചു മുമ്പ്, കൊല്ലങ്ങൾക്ക് മുമ്പ്, സമയം കഴിഞ്ഞ ബാഫക്ക് യത്തീംഖാനിൽ ഭൗതിക വിദ്യാഭ്യാസത്തെ ആ രംഗത്ത് നമ്മളെ വാഫി കുടുംബത്തിൽ 86 കോളേജായിട്ടുണ്ട്. ഭൗതിക അധ്യാപകരുടെ ഒരു ശില്പശാല വിളിച്ചു ബാഫക്ക് യത്തീംഖാനിൽ. അപ്പൊ ഈ രംഗത്ത് 2 അനുഭവമുണ്ട്. ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ആളുകൾ ചിലര് പിന്നെ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുക. ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ വന്ന ആൾക്കാരാണ്. അവര് പറയാ, നിങ്ങൾ എന്തിനാ കുറച്ചും കൂടി ഭൗതിക വിദ്യാഭ്യാസം നന്നായിട്ട് പഠിക്ക്, ഈ ദീനി വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയാതെ പറയാ. അന്നുണ്ട്. അപ്പൊ ഞാൻ അത് മുന്നിൽ വെച്ചുകൊണ്ട്, എല്ലാരും അങ്ങനെയല്ലാന്ന് എനിക്കറിയാം. ഇപ്പോ ഇവർക്കൊക്കെ ഫൈസൽ ഉസ്താദിനും പിന്നെ ഒരു പക്ഷേ വസീന്റെ കാലത്ത് ഉണ്ടാവില്ല, ഇവർക്കറിയാം. അൻവർ മാഷ് ഇംഗ്ലീഷ് പഠിപ്പിച്ചേക്കാൻ പറഞ്ഞല്ലേ, അവരൊക്കെ ഈ സിസ്റ്റത്തിന് വേണ്ടി ഇപ്പൊ ഞാൻ പറയുമ്പോ എന്നേക്കാൾ പിന്നെ കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ്. ഇപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് രജിസ്ട്രാറോ മറ്റോ. അപ്പൊ ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഉള്ളൂ. ഞാൻ അന്ന് അവരോട് പറഞ്ഞു, അത് പറയാൻ വേണ്ടി പറഞ്ഞാൽ പശ്ചാത്തലം കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. മഹാന്മാരായ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അധ്യാപകരെ, നിങ്ങൾ വളരെ പ്രാഥമികമായിട്ട് ഒരു കാര്യം ഉൾക്കൊള്ളണം. ഇപ്പൊ നിങ്ങൾ ഇത്രയും ഈ ഹാള് നിറഞ്ഞു നിൽക്കണ അത്രയും എണ്ണം ഭൗതിക വിദ്യാഭ്യാസ അധ്യാപകരുണ്ട്. സയൻസ് പഠിപ്പിക്കുന്നവർ, കൊമേഴ്സ് പഠിപ്പിക്കുന്നവർ, വിവിധ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ആൾക്കാർ. നിങ്ങൾ ഇവിടെ എത്തിച്ചേരാനുള്ള കാരണം എന്താണ്? ഞങ്ങൾ ഈ തലി കെട്ടിയ മൂല്യമാര് ഞങ്ങളുടെ കുട്ടികൾക്ക്, ദീൻ പഠിക്കാൻ വന്ന മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം കൂടി വേണമെന്ന് തീരുമാനിച്ചു. അത് ഞങ്ങൾ തീരുമാനിച്ചതാണ്. ആരും ഞങ്ങളോട് അത് നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചതല്ല. ഞാൻ വളാഞ്ചേരി മർക്കസിൽ വരുന്നത് 1993 ഏപ്രിൽ 4-ാം തീയതിയാണ്. ഓർമ്മ അങ്ങനെയാണ്. എന്നെ ക്ഷണിക്കാൻ വേണ്ടി സ്ഥാപനത്തിന്റെ മഹാനായ ജനറൽ സെക്രട്ടറി KT കുഞ്ഞുട്ടി ഹാജി, അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ, സ്ഥാപനത്തിന്റെ എന്നല്ല കേരളത്തിന്റെ അഭിമാനമായിരുന്ന CK കൈമലശ്ശേരി മാനേജർ, അന്ന് അവിടെ ഉണ്ടായിരുന്ന പിന്നെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ അഹമ്മദ് കുഞ്ഞി സാർ, ഇവർ 3 ആളും കൂടി വീട്ടിൽ വന്നു.
എന്നെ ക്ഷണിച്ചപ്പോ ഞാൻ പറഞ്ഞു ഒരു നിബന്ധന ഉണ്ട്. അതെന്താന്ന് വെച്ചാല് കൂടെ ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ അനുവദിക്കണം. ഇസ്ലാമിന്റെ പാരമ്പര്യം അതാണ്. ദീനി വിദ്യാഭ്യാസം മാത്രമല്ല ഭൗതിക വിദ്യാഭ്യാസവും. ഭൗതികം ദീന ഏതാണെന്നുള്ളത് അതിന്റെ നിർവചനം അത് പിന്നെ അവിടെ ചർച്ചകൾ പലതും ഉണ്ട്. അപ്പൊ ഭൗതിക വിദ്യാഭ്യാസം ഇന്ന് സ്കൂളിൽ നടക്കുന്ന പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രിയാണ്, പ്രീ ഡിഗ്രിക്കുള്ള പിന്നെ ഡിഗ്രിക്കുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള അവസരം തരണം. അപ്പൊ പിന്നെ അവര് അതിന് പിന്നെ വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഗൾഫിൽ നിന്ന് മടങ്ങിയതാണ്. ചില്ലറ കാശുണ്ടായിരുന്നത് കൊണ്ട് കോട്ടക്കല് ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാനൊക്കെ ഉള്ള പുറപ്പാടാണ്. അപ്പൊ അതിന്റെ പേരിൽ ചില മുടക്കങ്ങൾ വരും, അത് നിങ്ങൾ പുറത്തു വരും വേണം. അങ്ങനെ അവിടെ തുടങ്ങിയതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. മൂല്യന്മാർക്ക് തോന്നി, മൂല്യന്മാരുട്ടികൾ തന്നെ ഉണ്ടായപ്പോരാ ഭൗതിക വിദ്യാഭ്യാസം അവർക്ക് വേണം. അപ്പൊ ഞാൻ അധ്യാപകരോട് പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കിയ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളെ വിളിച്ചതല്ല. ഞങ്ങള് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയ വിദ്യാർത്ഥികളെ ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കണം എന്ന് സിദ്ധാന്തിച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ അക്കാര്യത്തിന് വിളിച്ചു വരുത്തിയതാണ്. അതുകൊണ്ട് തടസ്സങ്ങൾ ഉണ്ടാക്കരുത്. അതിപ്പോ ഒറ്റവാക്കിൽ പറഞ്ഞതാണ്. അത് അതിൻ്റെതായ കോലത്തിലാ പറയാ, സ്വാഭാവികം. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉൾക്കൊണ്ട ഒരുപാട് മാഷന്മാരെ എനിക്ക് പറയാൻ പറ്റും. നല്ല മനുഷ്യന്മാർ, മാഷന്മാരായാലും കുട്ടികളായാലും മാനേജ്മെന്റ് ആയാലും ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളേണ്ടതാണ്. ഇത് അസാസൻ അസ്ലൻ ദീനി വിദ്യാഭ്യാസമാണ്. ദീനി വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സവും സൃഷ്ടിക്കൂല. കാരണം ലോകത്തെ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം പഠിപ്പിച്ചത് ദീനുൽ ഇസ്ലാമാ കുട്ടിയെ. അത് നിങ്ങൾ ചരിത്രമാണ് പഠിച്ചാൽ മതി. ആ ചരിത്രം നിഷേധിക്കാനും മായ്ച്ചു കളയാനും പലരും ശ്രമിക്കുന്നുണ്ട്. അന്യ മതങ്ങളിൽപ്പെട്ട ജൂതന്മാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ ഒക്കെ ആയിട്ടുള്ള ഓറിയന്റലിസ്റ്റുകൾ പലരും അതിനെ സ്ഥിരീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ചരിത്രത്തിലേക്കും ചർച്ചയിലേക്കും ഞാൻ കിടക്കാൻ. നമ്മളാണ് ഇത് പഠിപ്പിച്ചത്. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഉണ്ടാക്കിയത്, കണ്ടുപിടിച്ചത് നമ്മളാണ്. നമ്മൾ അതൊക്കെ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ന് ഇതിന്റെ ഒക്കെ വലിയ കേന്ദ്രങ്ങൾ ആയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ചില പ്രാസംഗികന്മാരൊക്കെ പറയാറുള്ളത് പോലെ അവർ ഞെണ്ടിനെ പിടിച്ച് കടലോരത്തെ നടക്കുകയാണ്, ഒന്നും അറിയില്ല. ഹാറൂൻ റഷീദ് ചക്രവർത്തി യൂറോപ്പിലെ ഒരു രാജാവിന്, റോമിലെ ചക്രവർത്തിക്ക് ഒരു, എന്നാണ് എന്റെ ഓർമ്മ, ഒരു ഘടികാരം സമ്മാനമായി കൊടുത്തയച്ചു. ഡിപ്ലോമാറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ സമ്മാനം. ഇത് ചക്രവർത്തിയുടെ പിന്നെ മജ്ലിസിൽ എന്ന് പറയും നമ്മള്, അവിടെ അങ്ങനെ വെച്ചു. അത് പിന്നെ സമയമായപ്പോ 11 മണിയാകുമ്പോ 11 വട്ടം മുട്ടുക, 12 മണിയാകുമ്പോ 12 വട്ടം മുട്ടുക. ആദ്യത് മുട്ടിയ സമയത്ത് ഇവരെല്ലാരും കൂടി എഴുന്നേറ്റ് ഓടിയെന്നാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ എന്തോ പിശാച്ചിന്റെ, അറബികള് എന്തോ പിശാച്ചിനെ കൊണ്ടുവന്ന് നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി പിശാച്ചിനെ കുടിയിരുത്തിയിരിക്കുകയാണ്. ഈ ചരിത്ര സംഭവങ്ങളൊക്കെ പറയുമ്പോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതൊക്കെ ഇനി നിങ്ങളാണ് ഇതൊക്കെ പഠിക്കേണ്ട ആൾക്കാർ. രണ്ടും കൂടി പഠിക്കുന്ന, വിശിഷ്യ പിന്നെ സയൻസ് വിഷയങ്ങളൂടി പഠിക്കുന്ന നിങ്ങളാണ് ഇതിന്റെ ഒക്കെ ചരിത്രം അന്വേഷിച്ചു പോകേണ്ടത്. ഫിസിക്സിന്റെ ചരിത്രം എന്താണ്, കെമിസ്ട്രിയുടെ ചരിത്രം എന്താണ്, എവിടുന്നാണ് ഇത് തുടങ്ങിയത്, അത് എവിടെങ്കിലും പിന്നിക്ക് പോയി ഒരു സായിപ്പിനെ കണ്ടാൽ പിന്നെ അവിടെ നിർത്തരുത്. ഈ സായിപ്പിനെ ആര് പഠിപ്പിച്ചു? സായിപ്പിനെ അച്ഛനമ്മമാര് ഞെണ്ടിനെ പിടിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇതാര് പഠിപ്പിച്ചു? അങ്ങനെ അന്വേഷിച്ചു പോണം. അപ്പൊ വിഷയമൊക്കെ തീരും. അപ്പൊ ചുരുക്കത്തില് ഇതൊക്കെ നമ്മുടേതാണ്. പക്ഷെ നമ്മുടേത് പിന്നെ മറ്റുള്ളവർ കൊണ്ടുപോയി അവര്, ഇപ്പൊ നമ്മൾ പ്രസവിച്ചു, ഈ കുഞ്ഞിനെന്ത് ചെയ്തു, മറ്റുള്ളവർ ആരോ ദത്തെടുത്തു. ഇപ്പൊ അത് ആരുടെയോ കുട്ടിയാണ്, ആ കുട്ടിയുടെ കുട്ടിയാണ്, കുട്ടിയുടെ കുട്ടി. അങ്ങനെ ഒരുപാട് പുരോഗമിച്ച ലോകം അതിലെത്തിപ്പോ. അതുകൊണ്ട് ഇപ്പൊ നമ്മളെങ്ങനെ നമ്മളെ പിന്നെ അവകാശം വിട്ടുകൊടുക്കുക? അപ്പൊ നമ്മളത് പഠിക്കേണ്ട ആൾക്കാർ തന്നെയാണ്. പക്ഷെ ലക്ഷ്യം പിഴക്കരുത്, ഉന്നം തെറ്റരുത്. ആഖിറ എന്ന് പറയുന്ന ഒന്നുണ്ട്, പരലോകം എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ഞാനും നിങ്ങളും അനുഭവിക്കാൻ പോകുന്ന പച്ചപരമാർത്ഥമാണ്, നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതിന് മാറ്റിവെക്കുന്ന ചെറിയ സമയം, കുറച്ച് പാഠം,
അത് നന്നായി പഠിക്കുകയും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിൽ കൂടുതൽ അതിനൊരു പരീക്ഷ വേറെ വരാനുണ്ട്. അത് ഖബറിൽ തുടങ്ങും, പിന്നെ മഹ്ശറയിൽ അതിന്റെ ബാക്കിയുണ്ടാവും. അതിനു വേണ്ടി തയ്യാറാവുക എന്നത് കൂടി ഞാനും നിങ്ങളും ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ഓരോന്ന് തോന്നി ഉന്നം പേച്ചിട്ട് സ്വയം കൃതാനർത്ഥത്താൽ മതിയാക്കിയ ആളുകൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ പറ്റും. എങ്ങനെങ്കിലും സർട്ടിഫിക്കറ്റ് തരുമോ, എന്നെങ്കിലും സർട്ടിഫിക്കറ്റ് തരുമോ എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ കാര്യം പറയാം. ഇവിടെ നമ്മൾ മുസ്ലിങ്ങൾ ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മൾ ജീവിക്കുന്നത് തന്നെ അറബി രാജ്യങ്ങളെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചാണ്. അവിടെ മുസ്ലിങ്ങളുണ്ട്, വേറെ മുസ്ലിം രാജ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആരെങ്കിലും നമ്മുടെ നാട്ടില് പള്ളി ഉണ്ടാക്കും, അറബി അക്ഷരം പഠിപ്പിക്കുന്ന മദ്രസകൾ ഉണ്ട് എന്നതിന്റെ അപ്പുറത്ത് ആരെങ്കിലും വല്ലതും അറിഞ്ഞിരുന്നോ? ഇന്നിപ്പൊ നിങ്ങളുള്ള ഈ സംവിധാനം CIC എന്ന് പറയുന്ന വാഫിയ കോഴ്സ് നടത്തുന്ന സംവിധാനം 130ഓളം യൂണിവേഴ്സിറ്റികളെ കൂട്ടിയിണക്കുന്ന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റീസ് ലീഗിന്റെ 21 അംഗ നിർവാഹക സമിതിയിൽ ഒരു മെമ്പറാണ്. അപ്പൊ ഇവിടെ ഒന്നുമില്ലാതെ അങ്ങനെ ആണെന്ന് ചേറി ചെല്ലാൻ പറ്റൂലല്ലോ. 53 മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ലോകരാജ്യങ്ങളുടെ വലിയൊരു കൂട്ടായ്മ, 53 രാജ്യങ്ങളിലെ ഒരു കൂട്ടായ്മ. അബുദാബി സർക്കാരാണ് നടത്തുന്നത്. WMCC, വേൾഡ് മുസ്ലിം കമ്മ്യൂണിറ്റീസ് കൗൺസിൽ. അതിന്റെ 20 അംഗ സെക്രട്ടേറിയറ്റിൽ ഈ സംവിധാനം അംഗമാണ്. അപ്പൊ ലോകത്തൊക്കെ ഇത് ഉണ്ട്. അവിടെയൊക്കെ ചെന്നാൽ ഇപ്പൊ നിങ്ങളുടെ തൻസീഖുൽ കുല്ലിയാത്തുൽ ഇസ്ലാമിയ എന്ന പേര് അത് പുറപ്പെടുവിച്ച ഒരു സർട്ടിഫിക്കറ്റ്, ഈ സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെ ചെന്നാലും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെ വൃത്തത്തിൽ അൽ അസ്ഹറിൽ ചെന്നാൽ അവർക്കറിയാം, കൈറോ യൂണിവേഴ്സിറ്റിയിൽ ചെന്നാൽ അവർക്കറിയാം. അറബ് ലോകത്തെ ഏറ്റവും വലുതും പഴയതുമായിട്ടുള്ള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് അൽ അസ്ഹർ എങ്കിൽ ഇന്നത്തെ ആധുനിക ലോകത്തെ അറബി ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി കൈറോ യൂണിവേഴ്സിറ്റി. ആ കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD കഴിഞ്ഞാണ് ഈ ഇരിക്കുന്ന നിങ്ങളുടെ പ്രിൻസിപ്പാൾ ഇരിക്കുന്നത്. ഒബാമ മുസ്ലിം ലോകത്ത് അമേരിക്കയെ സംബന്ധിച്ച് ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് മുസ്ലിം ലോകത്തോട് സംസാരിക്കാൻ വേണ്ടി ഒബാമ കൈറോയിൽ വന്നു. ഒബാമ സംസാരിച്ച ആ ഓഡിറ്റോറിയത്തിന്റെ തൊട്ട് വലത് ഭാഗത്താണ് ഇയാള് പഠിച്ചിരുന്നത്, കൈറോ യൂണിവേഴ്സിറ്റി അല്ലെ. ആ കുമ്പന്റെ ഉള്ളിൽ സംസാരിച്ച് അങ്ങനെയുള്ള പറഞ്ഞു, നിങ്ങളത് വലത് ഭാഗത്ത് ധാരണല്ലോ. അപ്പം ലോകത്തെ വലിയ അത്യുന്നതങ്ങളിലുള്ള വിദ്യാപീഠങ്ങളിലൊക്കെ ഇത് അറിയും, ഇത് പറയപ്പെടും. അപ്പൊ നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഓട്ടോണമസ്, സ്വന്തമായി കരിക്കുലം പോലും ഉണ്ടാക്കാൻ സർക്കാർ അനുവാദമുള്ള ഒരുതരം സ്വതന്ത്ര ഭരണ സ്വാതന്ത്ര്യമുള്ള സ്ഥാപനമാണ്. ഞാൻ കഴിഞ്ഞ ഒരു നോമ്പിന് മുമ്പാണ് ഇതിന്റെ സെക്രട്ടറി ഹംസ സാഹിബ് പ്രസംഗം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തെ നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറയണം. കുട്ടികൾ നിങ്ങൾ പറയണം ഒരുപാട് കാര്യങ്ങൾ. പണ്ഡിതന്മാര്, പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുണ്ട്, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ. എന്തൊക്കെയാണ് വിദ്യാഭ്യാസ പ്രവർത്തനം എങ്ങനെയൊക്കെയാണ് അത് അവരൊക്കെയാണ് പറയേണ്ടത്. ഞാൻ അത്ഭുതപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും നല്ലൊരു സ്ഥാപനത്തിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. മുസ്തഫ ഫൈസി ഉസ്താദിനെ പോലുള്ള ആളുകളുടെ നേതൃത്വം, തങ്ങൾ അവരുടെ നേതൃത്വം, ഹംസ സാഹിബിന്റെ നേതൃത്വം, നല്ല കൊളത്തൂർ മൗലവി തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ആളുകളൊക്കെ ഇത് ഉണ്ടായി വരുന്ന സമയത്ത് കൂടെ നിന്ന ആൾക്കാരാണ്. അദ്വലിയര് നവറല്ലാഹു മറാഖിദവും
അപ്പൊ ഒരു ഗുരുത്വവും പൊരുത്തവും പാരമ്പര്യവും അടിസ്ഥാനവുമുള്ള ഒരു സ്ഥാപനമാണ്. ഇതിപ്പോ ഇന്നൊരു ഓട്ടോണമസ് യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയിൽ വന്നാല് അവരൊക്കെ അന്ന് പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് +2 കഴിഞ്ഞാൽ ഏത് സയൻസ് വിഷയത്തിനും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും ഒക്കെ ഇവിടെ തന്നെ സൗകര്യം ലഭ്യമാണ്. അത് നിങ്ങൾക്ക് തരാനും കമ്മിറ്റി സന്നദ്ധമാണ്. ഇനിയിപ്പോ ഞങ്ങള് പണ്ട് ദാഖൈർ സമ്മഖൈർ എന്ന് പറഞ്ഞ 2 പിശാചിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. താലിമിലും പറഞ്ഞിട്ടുണ്ട്. അത് മനുഷ്യൻ എപ്പോ അങ്ങനെ തോന്നുകയാണ്. എം കൃഷ്ണൻ നായരേറ്റ ഒരിക്കൽ സാഹിത്യ വാരഫലത്തിൽ പറഞ്ഞു, മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സാധനമാണ്. 2 സാധനമാണ് വളരെ ഇഷ്ടപ്പെട്ടത്. ഒന്ന് അയലത്തെ പെണ്ണ്, ഒന്ന് സ്വന്തം ലേഖനം. നമ്മൾ എഴുതിയ ലേഖനം, നമ്മൾ എഴുതിയ കവിത, അത് ഭയങ്കര സംഭവമാണ്. നമ്മുടെ കെട്ടിയോള് ലോക സുന്ദരിയാണെങ്കിലും അയലപക്കത്തെ പെണ്ണാണിക്കാരും ഉഷാർ. ഓള് കണ്ടില്ല അങ്ങനെ, ഓള് കണ്ടില്ല എങ്ങനെയാന്ന് പറഞ്ഞിട്ട് അത് കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അവിടൊക്കെ വരുന്നൊരു പിശാച്ചാണ് ദാക ഖൈർ. അതാട്ടോ നല്ലത്. സെമ്മ ഖൈർ, അവിടെയാട്ട മെച്ചം. ശാന്തമായിട്ട് ഇരുന്ന് പഠിക്കുക. ഈ പുൽച്ചാടിയെ പോലെ ഇങ്ങനെ ചാടി കളിച്ചാല് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഉണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയാണ്. പിന്നെ ഇങ്ങനെ യാ ലൈതനി ഖദ്ദംതുലി ഹയാത്തി, എന്തെങ്കിലും ജീവിതത്തിന് വേണ്ടി കരുതി വെച്ചിരുന്നെങ്കിൽ പിന്നെ കരുതിക്കേണ്ടി വരും. പിന്നെ ഒരു മാർഗം ഉണ്ടാവില്ല തിരുത്താൻ. കാരണം കടന്നു പോയ ഒരു സെക്കൻഡ് തിരിച്ചു പിടിക്കാൻ ഒരു ടെക്നോളജി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നല്ല മട്ടത്തില് ഈ അവസരമൊക്കെ ഉപയോഗിച്ച് ആഴത്തിൽ പഠിക്കുക. ഇപ്പൊ നിങ്ങൾ കേൾക്കും, ഇനിയിപ്പോ എന്തിനാ പഠിക്കണേ, എന്തിനാ ഭാഷ പഠിക്കണേ, എന്തിനാ അത് പഠിക്കണേ, ഇത് പഠിക്കണേ, ഒക്കെ AI ഏറ്റെടുത്തിരിക്കണില്ലേ? AI ഏറ്റെടുത്തിരിക്കുന്ന എന്തിനാണ്? അപ്പൊ അവിടെ ഞാൻ ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കാഴ്ചപ്പാട് പറയാണ്. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു സൂഫികളിൽ മഹാനാണ്, ദർവീശാണ്. ശിഷ്യന്മാരിൽ ഒരാള് പറഞ്ഞു, നല്ല ഭക്ഷണം കഴിക്കാൻ പൂതിയുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഞാനൊന്ന് പോയി നോക്കട്ടെ, സമ്മതം തരണം. അപ്പോ ഇയാള് ഗുരുവിന്റെ സമ്മതത്തോടു കൂടി നല്ല ഭക്ഷണം തേടിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോ അയാൾ തിരിച്ചു വന്നു. അപ്പൊ എന്താ ചേച്ചി തിരിച്ചു പോന്നു, നല്ല ഭക്ഷണമൊക്കെ കിട്ടിയോന്ന് ചോദിച്ചു. അല്ല, ഞാൻ തിരിച്ചു വന്ന് വേറൊന്നാണ് ഗുരു. അതെന്താന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പോകുമ്പോ ഒരു മരച്ചില്ലയില് ഒരു പക്ഷി, കിളി, അതിന് കാലൊടിയുക മറ്റെന്തോ ഒരു ശാരീരിക വൈകല്യം പറ്റിയിരിക്കണം. അപ്പൊ വേറെ ഒരു കിളി ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് വീക്ഷിച്ചപ്പോ എവിടുന്നോ ഭക്ഷണം പെറുക്കി കൊണ്ടുവന്നിട്ട് കൊക്കിൽ കൊണ്ടുവന്നിട്ട് ഈ വെയ്യാതെ കിടക്കണ പക്ഷിക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ചെയ്യും, അങ്ങനെ ഇതിന്റെ വയറ് ഇറക്കാൻ. അപ്പൊ ഞാന് അതുകൊണ്ട് ഇപ്പൊ എന്തിനാ ഇജ്ജിങ്ങോട്ട് പോകുന്നെന്ന് ചോദിച്ചു. അല്ല, ഒന്നുമല്ല, ആരെങ്കിലും പിന്നെ ഞമ്മക്കും തരും. അപ്പൊ ആ പക്ഷി കാലൊടിഞ്ഞ അല്ലെങ്കിൽ വൈകല്യം പറ്റിയ ആ പക്ഷിക്ക് വേറൊരു പക്ഷി കൊണ്ടുവന്നു കൊടുത്തല്ലോ, എന്നതുപോലെ നമുക്ക് ആരെങ്കിലും എത്തിച്ചു തരും എന്ന് കരുതി കുട്ടി പോന്നതാണ്. അപ്പൊ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കാണ് ഞാനിപ്പോ ഇതിനെപ്പറ്റി ഇങ്ങോട്ട് പറയുന്നത്. പറഞ്ഞപ്പോ അത് മുഴുവൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് ആ വൈകല്യം സംഭവിച്ച പക്ഷിയാകുന്നതിന് പകരം ഇപ്പൊ മടങ്ങി വരുന്നതിന്റെ അർത്ഥം എന്താണ്? ആ വൈകല്യം പറ്റിയ പക്ഷിക്ക് ഭക്ഷണം കൊടുത്തു കൊടുക്കാൻ വേറെ ആളുണ്ടായല്ലോ. അപ്പൊ ആ വൈകല്യം പറ്റിയ പക്ഷിയെ പോലെ ആവുന്നതിന് പകരം ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന പക്ഷിയെ പോലെ ആയിക്കൂടായിരുന്നോ? മനസ്സിലായില്ലേ? 2 പക്ഷിയാവാലോ. ഞാൻ മുടക്കാച്ചരക്കാണ്, എനിക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ദാക്ഷിണ്യം കാത്ത് ഭിക്ഷക്ക് കാത്തിരിക്കണ്ടല്ലോ. കൊടുക്കുന്നവനായിക്കൂടെ, വാങ്ങുന്നവനാകണം എന്തിനാ? ഈ കാലത്തെ പറ്റി പറയാനുള്ളത് തന്നെയാണ്. ഇപ്പൊ കുറെ ആൾക്കാർ ഇരുന്ന് മിടുക്കന്മാരായിട്ട് AI ഒക്കെ ഉണ്ടാക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാ, ഇനിയിപ്പോ അവര് ഇങ്ങനെ കൊണ്ടുവന്ന് വരും, നമുക്ക് അങ്ങനെ തിന്നാ മതി. അത് ഉണ്ടാക്കുകയും ലോകത്ത് പുതിയ ഇന്നോവേഷൻസ് നടത്തുകയും ചെയ്യുന്ന ആൾക്കാരായിക്കൂടെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നു, അങ്ങനെ അതിന്റെ PG പഠിക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ നിങ്ങൾ AI ഉണ്ടാക്കുന്ന നിർമ്മിത ബുദ്ധിയാണല്ലോ, നിർമ്മിത ബുദ്ധി. അപ്പൊ ആരാ നിർമ്മാതാവ്? മനുഷ്യൻ.
മനുഷ്യബുദ്ധി ഉണ്ടാക്കുകയാണ്. ആ ഉണ്ടാക്കുന്ന ആളായിക്കൂടെ നിങ്ങൾക്ക്? ആരെങ്കിലും കൊടുത്താൽ തിന്നാന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ആളാകേണ്ട വല്ല കാര്യമുണ്ടോ? ചൈനക്കാരെ അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒരു റീല് കണ്ടതാണ്. ഒരു വലിയ കെട്ടിടത്തിന്റെ മുന്നിൽ കുറെ തിരക്ക്, കുറെ ചെറുപ്പക്കാര്, ആൺകുട്ടികളും പെൺകുട്ടികളും. അപ്പൊ ഞാൻ വിചാരിച്ച് ചിലപ്പോ അവിടെ ആടി ബിരിയാണിയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണ്ടോ, അല്ലെങ്കിൽ പോത്ത് ബിരിയാണി. നമ്മളെ ചില സംഗതികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം വെറുതെ കൊടുക്കില്ല, എന്നായിരിക്കും യുക്കാണ് കാരണം. ആ സംഗതി എന്താണെന്നറിയോ? ഒരു ലൈബ്രറിന്റെ മുന്നിലാക്കി ഒരുപാട് കൗണ്ടറുകൾ, ഗേറ്റുകൾ ഉണ്ട്. അവിടെ കുട്ടികൾ ഇവിടെ വലിയൊരു പട തന്നെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ലൈബ്രറിന്റെ ഉൾഭാഗം കാട്ടി. അത് നമ്മളെ ഒരുപാട് ഏക്കറുകളുള്ള വലിയ ഒരു ക്യാമ്പസ് നിറച്ചുമുള്ള ഒറ്റ വലിയ ബിൽഡിംഗ് ആണ്. ഒരുപാട് തട്ടുകളുടെ മുകളിലൊക്കെയാണ് പുസ്തകങ്ങളുടെ റാക്കുകൾ നിൽക്കുന്നത്. അപ്പൊ അവിടുന്ന് എങ്ങനെ എടുക്കാന്നൊരു സംശയം ഉണ്ടാവും. അതൊന്നും എടുക്കൊന്നും വേണ്ട. ഇവിടെ നിങ്ങൾക്ക് ഇന്ന വിഷയത്തിൽ ഉത്തരം നമ്പർ ബുക്ക് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഞങ്ങളെ കൈക്കൊണ്ടി വരും. അതിപ്പോ സാധാരണ എല്ലായിടത്തുള്ള. അപ്പൊ ഞാൻ പറഞ്ഞെന്താണെന്നറിയോ? ബുക്കുകൾ വായിക്കുക, നമ്മൾ പറയും കിതാബ് മുതാലാ ചെയ്യുക, അതൊന്നും നിന്നിട്ടില്ല. ഇപ്പോഴും അവിടെയൊക്കെയുള്ള കുട്ടികള് മുറിഞ്ഞ് കഴുത്തൊടിഞ്ഞ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ലോകത്തെ മൂക്കയറിട്ട് പിടിച്ചു നിർത്താൻ അവർക്ക് പറ്റുന്നത്. അമേരിക്കയെ പോലും തോൽപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ പഠിച്ച് മിടുക്കന്മാരാകുക. നമ്മൾ തെരഞ്ഞെടുത്ത, ഇടക്കിടക്ക് ഇങ്ങനെ ആലോചിക്കലല്ല, ഒരിക്കൽ ആലോചിച്ചു, തെരഞ്ഞെടുത്തു, ഇനി വേഗം മുന്നോട്ട് പോവുക, ഉറച്ചു നിന്ന് മുന്നോട്ട് പോവുക, നന്നായിട്ട് പഠിക്കുക, മിടുക്കന്മാരായി തീരുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം പറയേണ്ടതുണ്ടോ? ഈ പരിപാടിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിയന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീംസും റിവീലിംഗിന് വേണ്ടി മജ്ലിസ് സ്ഥാപനങ്ങളുടെ അജയ്യനായ പ്രസിഡന്റ് KSA തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അനുഗ്രഹ ഭാഷണത്തിന് വേണ്ടി KS തങ്ങളെ ആദരപൂർവ്വം പ്രസംഗ പീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ, ഈ മഹത്തായ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ വാഫി സംവിധാനത്തിന്റെ നായകൻ ബഹുമാനപ്പെട്ട ഹക്കീം ഫൈസി അവർകളെ, സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ, മറ്റു അധ്യാപകന്മാരെ, നല്ലവരായ വിദ്യാർത്ഥികളെ, വളരെ ചിന്താർഹമായ ഒരു ഉദ്ഘാടന പ്രഭാഷണമാണ് നിങ്ങൾ കേട്ടത്. പഠിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിയാലുണ്ടാകുന്ന വഴിത്തിരിവുകളെയും അത് ഉപയോഗപ്പെടുത്തേണ്ട മാർഗങ്ങളെ കുറിച്ചും വളരെ ലളിതമായ ഭാഷയിൽ നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതലായൊന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പഠിക്കേണ്ട കാലത്ത് പഠിക്കാനുള്ള കിട്ടുന്ന അവസരം സമർത്ഥമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും മികച്ച ലക്ഷ്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കൊരു ലക്ഷ്യം വേണം. നാം എന്ത് തുടങ്ങുമ്പോഴും പഠിച്ച് ഉന്നതങ്ങളിലെത്തി രാജ്യത്തിനും കുടുംബത്തിനും സ്വന്തമായുമൊക്കെ ഉപകാരമുള്ള ഒരു വ്യക്തിത്വം വാർത്തെടുക്കാനാണ്, ജീവിതമാർഗം കണ്ടെത്താനാണ് നാം വിദ്യാഭ്യാസത്തെ ആശ്രയിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ വളരെ കരുതലോടെ പ്രയോഗപ്പെടുത്തി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും അതുപോലെ തന്നെ പല ആകർഷകതകളും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ പിന്തുടരുന്നുണ്ടാവും. ആ പിന്തുടർച്ച നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കാനുള്ള പിന്തുടർച്ചയാണ് എന്ന് മനസ്സിലാക്കി യാഥാർത്ഥ്യത്തെ കണ്ടറിയാൻ നിങ്ങൾ നിങ്ങളുടെ ഗുരുക്കന്മാരുടെ, നിങ്ങൾക്ക് ഇൽമ് പകർന്നു തരുന്നവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ശരിക്കും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ചെറിയ ചെറിയ പിഴവുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പിഴവുകൾക്ക് വില കൽപ്പിക്കാതെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വലിയ പിഴവുകൾ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറും എന്നതുകൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുന്നവനാണ് ഏറ്റവും വലിയ സമർത്ഥൻ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. വേദിക്ക് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് കൺവീനർ ഹാഷിം അവിയെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, വേദിയിലിരിക്കുന്ന നമ്മുടെ അതിഥി ഹക്കീം ഫൈസി ഉസ്താദ്, മജ്ലിസ് മാനേജ്മെന്റ് പ്രസിഡന്റ് KS തങ്ങള്, മറ്റ് വിശിഷ്ട അതിഥികള്,
പ്രിയപ്പെട്ട ഉസ്താദ്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ ഈ നീണ്ടു നിൽക്കുന്ന ഒരു കലാമാമാങ്കം ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വൈകിയ വേളയിൽ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഹക്കീം ഫൈസി ഉസ്താദിനും കമ്മിറ്റിയുടെ പേരിലും MUSF-ന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് വന്ന KSA തങ്ങള്, അദ്ദേഹത്തിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഉസ്താദുമാർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റു അതിഥികൾക്കും എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ 3 സലാത്തോടുകൂടി പിരിച്ചുവിടുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.